അപ്പോൾ ദൈവത്തിനെ വോട്ടിനിടുന്നത് ന്യായമല്ല, അതുകൊണ്ട് പ്രസിദ്ധീകരെന്ന് പറഞ്ഞു. കാമത്ത് വഴങ്ങിയില്ല. അവസാനം വോട്ടിനിട്ടു. ദൈവത്തിന് 48 വോട്ട് കിട്ടി, നാട്ടുകാർക്ക് 62 വോട്ട് കിട്ടി. അങ്ങനെ ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ വി ദ പീപ്പിൾ. ഈ അധികാരം എവിടെ, ഇത് ചെറിയൊരു കാര്യമല്ല കേട്ടോ, കേൾക്കുമ്പോൾ ലഘുവാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ അധികാരം നിർണ്ണയിക്കുന്നത് എന്ന പ്രഖ്യാപനമാണ് ഈ ആദ്യ വരി, വി ദ പീപ്പിൾ. അത് ജനാധിപത്യത്തിൻ്റെ വളരെ കാതലായ തത്വമാണ്. ദൈവാധികാരമല്ല, പാരമ്പര്യാധികാരമല്ല, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വെളിപാട് പോലെ വരുന്ന ഒന്നല്ല, ജനങ്ങളാണ്. ഇത് സ്ഥാപിച്ചെടുക്കലാണ്. ഒരു ദീർഘമായ ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. ആ ലഘുലേഖയുടെ ശീർഷകം മാരകമായ ഒരു ആക്രമണമാണ്. ശീർഷകം ഇതാണ്: കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നായിരുന്നു. അത്ര ഷാർപ്പായ അറ്റാക്കായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നത് സ്വാതന്ത്ര്യവും സമത്വവും പരസ്പര പൂരകമാണ് എന്ന് ഔപചാരികമായി പറയാമെങ്കിലും പ്രായോഗികമായ നിർവഹണ തലത്തിൽ സ്വാതന്ത്ര്യം സമത്വത്തിനും സമത്വം സാഹോദര്യത്തിനും എതിരായി നീങ്ങും. ഇതെവിടെ വെച്ച് പരിഹരിക്കും? ഇത് പരിഹരിക്കാനുള്ള അടിസ്ഥാന തലം സാഹോദര്യമാണ്. മുസ്ലിം ലീഗിലെ അംഗങ്ങൾ ഈ സഭയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ അവർ ഉന്നയിക്കുമായിരുന്ന വിമർശനങ്ങളെ കൂടി നാം പരിഗണിച്ചുകൊണ്ട് വേണം നിയമനിർമ്മാണം നടത്താൻ. അല്ലാതെ അവരൊഴിവായിപ്പോയി എന്നുള്ളതൊരു സൗകര്യമല്ല. മറിച്ച് അവരുടെ അഭാവത്തിൽ അവരുന്നയിക്കുമായിരുന്ന വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് വേണം നാം അന്തിമമായി ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് കടക്കാൻ. ഡിഫറൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാനിതൊരു ആലങ്കാരിക ആശയമായിട്ട് പറയല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്ത്യയിൽ പ്രായോഗികമായൊരാശയമാണ്. ഗാന്ധിയുടെ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു അംബേദ്കർ. രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം കൊണ്ട്, സാമുദായിക ഭൂരിപക്ഷം കൊണ്ട് അട്ടിമറിക്കാൻ പറ്റും. അതിന് അദ്ദേഹം അന്നൊരു പ്രതിവിധി പറഞ്ഞിരുന്നു കേട്ടോ. ആ പ്രതിവിധി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞ പ്രതിവിധി: ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം മുൻകൂറായി തിട്ടപ്പെടുത്തണം. 50% ഹിന്ദുക്കൾ, സവർണ ഹിന്ദുക്കൾ, ജാതി ഹിന്ദുക്കൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളാവില്ല എന്ന് നിയമപരമായി ഉറപ്പുവരുത്തണം. അന്ന് ഏറ്റെടുത്തില്ല. ഇത് ജാതിവാദമാണെന്നാണ് അന്ന് കരുതിയത്. 2014 തെരഞ്ഞെടുപ്പിൽ UP-യിൽ നിന്ന് 80 MP-മാർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ UP ജനസംഖ്യയിലെ 20% വരുന്ന 4 കോടി മനുഷ്യർ വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടായില്ല. നിങ്ങളുടെ വീട്ടിൽ പശുവിൻ്റെ ഇറച്ചി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ തല്ലിക്കൊന്നാൽ കേസ് വരാത്തൊരു കാലം ഇത്. മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ട ദിവസം പിറ്റേന്ന് ഇന്ത്യയിൽ മുഴുവൻ ക്ഷോഭം ഉണ്ടായി. ഇപ്പം എല്ലാ ആഴ്ചയും കൊല്ലലുള്ളതുകൊണ്ട് ഒരു ക്ഷോഭമില്ല. ബെനാലിറ്റി ഓഫ് ദ ഇവിൾ എന്ന് അന്നാരണ്ട് പറയുമല്ലോ, തിന്മയുടെ സർവ്വസാധാരണത്വം. അതിൻ്റെ നടുവിൽ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ജീവിക്കുന്നു. ഫാഷിസത്തിൻ്റെ അടിസ്ഥാന ലക്ഷണം അതാണ്. ഈ മധ്യകാലം എന്ന് നാം വിളിക്കുന്ന 5-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 15 നൂറ്റാണ്ട് വരെയുള്ള ഒരു 1000 കൊല്ലക്കാലവും അതിൻ്റെ അവസാനത്തെ ഇരുണ്ട യുഗങ്ങൾ എന്ന് വിളിക്കുന്ന 3-4 നൂറ്റാണ്ടുകളും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം: ഈ ഒരു 1000 കൊല്ലക്കാലം വിജ്ഞാനത്തിൻ്റെയും സംസ്കൃതിയുടെയും നാഗരികതയുടെയും കേന്ദ്രമായി ലോകത്ത് നിലനിന്നത് ബാഗ്ദാദാണ്. ബാഗ്ദാദും കൊർദോവയും പോലുള്ള ഇസ്ലാമിക നാഗരികതയുടെ കേന്ദ്രങ്ങളായി മാറിയ പ്രദേശങ്ങളാണ് വാസ്തവത്തിൽ ഇക്കാലത്ത് അറിവിൻ്റെ പ്രകാശത്തെ സംരക്ഷിച്ച് നിർത്തിയത്. ഇന്ത്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ പഴയ ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിൽ നിന്നുമൊക്കെ അറിവുകൾ സ്വീകരിക്കുകയും അതിനെ പുതിയ ആലോചനകളിലൂടെ നവീകരിക്കുകയും അതിനെ യൂറോപ്പിന് കൈമാറുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ മധ്യകാലത്തെ ഈ പറയുന്ന ഇസ്ലാമിക അല്ല, അറേബ്യൻ പാരമ്പര്യമാണ്. ഇസ്ലാം പിന്നീടേ വരുന്നുള്ളൂ. പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇസ്ലാമിനെ അറേബ്യനെയും കൂട്ടിക്കലർത്തിയിട്ട് അറേബ്യയെ മുഴുവൻ ഇസ്ലാമികമെന്ന മതാത്മക യുക്തിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതൊട്ടും ശരിയല്ല. അറേബ്യയ്ക്ക് ഇസ്ലാമിന് മുമ്പേ തന്നെ വളരെ ദീർഘമായ ഒരു ചരിത്രമുണ്ട്. ഈ മധ്യകാലത്ത് വാസ്തവത്തിൽ പിൽക്കാലത്ത് ഈ നവോത്ഥാനമൊക്കെ വന്നപ്പോൾ നവോത്ഥാനം എന്ന ആശയമുണ്ടാക്കിയ ഏറ്റവും അപകടം പിടിച്ച ഒരു കാഴ്ച മധ്യകാലത്തെ ആകമാനം പിശാചവൽക്കരിച്ചു എന്നുള്ളതാണ്. ഡെമണൈസ് ചെയ്തു. മധ്യകാലം ഒരു ഇരുണ്ട യുഗമാണ്. അവിടെ ഒരു വെളിച്ചവും ഇല്ല.
വാസ്തവത്തിൽ ഈ കാലത്ത് യൂറോപ്പ് ഇരുട്ടിലായിരുന്നു വലിയൊരളവോളം എന്നത് ശരിയാണ്. വിച്ച് ഹണ്ടിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മതദ്രോഹ വിചാരണകൾ നടക്കുന്നുണ്ട്, മതാധികാരം എല്ലാറ്റിനെയും വിഴുങ്ങുന്നുണ്ട്. ബ്രൂണോയെ ചുട്ടുകൊല്ലുന്നതോ ഗലീലിയോയെ വേട്ടയാടുന്നതോ പോലുള്ള വിജ്ഞാന വിരുദ്ധ ശ്രമങ്ങളുണ്ട്. പക്ഷേ ബാഗ്ദാദ് അങ്ങനെയൊന്നുമല്ല. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ സംഖ്യാസമ്പ്രദായത്തെ അറബ് ലെറ്റേഴ്സ് എന്നാണല്ലോ പറയുക. 0 എന്ന് പറയുന്നതും നമ്മൾ ഇന്ന് 1, 2 എന്ന് എഴുതുന്നതുമായ എഴുത്ത് രീതികൾ, ആലേഖന രീതികളൊക്കെ വാസ്തവത്തിൽ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് കൈവന്ന അറിവുകളെ അറബികൾ നവീകരിക്കുന്നതാണ്. രക്തചംക്രമണം കണ്ടെത്തലാകട്ടെ, അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണവേഗം കണ്ടെത്തലാകട്ടെ, ഇതൊക്കെ അക്കാലത്ത് അറബികൾ ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ, ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് റാങ്കയെക്കുറിച്ചോ അല്ലെങ്കിൽ ഹെഗലിനെ കുറിച്ചോ പറയുമെങ്കിലും ഹെഗലിനും റാങ്കയ്ക്കും ഒക്കെ മുമ്പ് നമ്മൾ ഇന്ന് വിളിക്കുന്ന ടോട്ടൽ ഹിസ്റ്ററി എന്ന് വിളിക്കാവുന്ന ഒരു ചരിത്രരചനാ രീതി 14ഉം 15ഉം നൂറ്റാണ്ടുകളിലൊക്കെ അറബികൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. മുഖദ്ദിമ എന്നു പേരായ ഗ്രന്ഥം 15ആം നൂറ്റാണ്ടിൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന ആനൽ സ്കൂളുകാരൊക്കെ വിശേഷിപ്പിക്കുന്ന ടോട്ടൽ ഹിസ്റ്ററിയോട് ചേർന്ന് പോകുന്ന ഒരു രചനാ രീതിയാണ്. കാലാവസ്ഥ, ഭരണകൂടം, കച്ചവടം, കാറ്റിൻ്റെ ഗതി, കപ്പലോട്ടങ്ങൾ, ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു പ്രദേശത്തിൻ്റെ ചരിത്രം എഴുതാമെന്ന രചനാ സമ്പ്രദായം ആദ്യം ആവിഷ്കരിച്ച പുസ്തകങ്ങളിലൊന്നാണ് മുഖദ്ദിമ. ഇബ്നു ഖൽദൂൻ എന്നു പേരായ അറേബ്യൻ ചരിത്രകാരനാണ്. ഒരുപക്ഷേ റാങ്ക് എന്നും ഹെഗലെന്നും കേട്ട 10,000-ൽ ഒരാൾ ഇബ്നു ഖൽദൂൻ്റെ പേര് കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ലെബനിഡ്സിൻ്റെ പേര് കേട്ട, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ പേര് കേട്ട നമ്മളാരും അൾജിബ്രയുടെ തുടക്കക്കാരനായ അൾജിബർ എന്ന ഗണന സമ്പ്രദായം ഉണ്ടാക്കിയ ഗണിതജ്ഞനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ മധ്യകാലം വലിയ തോതിൽ ഡമണൈസ് ചെയ്യപ്പെട്ട, പിശാചവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് മധ്യകാലം മൊത്തം ഇരുട്ടാണെന്നാണ് കരുതുക. പക്ഷേ ഈ മധ്യകാലത്തിനുള്ളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ വിചാരവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരു തരത്തിൽ നിയമാനുസൃതം ആയിരിക്കണം ഭരണം, അത് തോന്നലുകളല്ല, വ്യവസ്ഥാപിതമായിരിക്കണം എന്ന നിലയിലുള്ള പിൽക്കാലത്തെ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ ഒരു ആധാരമായി മാറിയ ആശയങ്ങൾ വരികയും അത് വ്യവസ്ഥപ്പെട്ട നിലയിൽ മാഗ്ന കാർട്ട പോലുള്ള പ്രമാണങ്ങളിൽ എത്തുകയും ചെയ്തു എന്നത്. നവോത്ഥാനത്തിന് പിന്നാലെ നമ്മുടെ 17ഉം 18ഉം നൂറ്റാണ്ടുകളിലെ ജ്ഞാനോദയവും ആധുനികതയുടെ രംഗപ്രവേശവും, ആ ഘട്ടത്തിൽ ജനാധിപത്യത്തിന് പിന്നെയും വലിയ തോതിലുള്ള ചില പുതുക്കലുകൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, ഒരു ദാർശനികനാണ് ജോൺ ലോക്ക്. ജോൺ ലോക്കാണ് ജനാധിപത്യം എന്ന് പറയുന്നതിൽ വ്യക്തികളുടെ അവകാശാധികാരങ്ങൾ എന്നതിനെ ആദ്യമായിട്ട് കൂട്ടിവിളക്കുന്നത്. 3 ഘടകങ്ങളാണ് ജോൺ ലോക്ക് വ്യക്തികളുടെ അവകാശാധികാരങ്ങൾ എന്ന നിലയ്ക്ക് ജനാധിപത്യമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അതിലൊന്ന് ജീവൻ എന്ന അവകാശമാണ്, ലൈഫ്. മറ്റൊന്ന് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. 3 സ്വത്ത് എന്നതാണ്. ഇങ്ങനെ സ്വത്തും സ്വാതന്ത്ര്യവും ജീവനും വ്യക്തികളുടെ അവകാശമാണ് എന്ന് സ്ഥാപിക്കുകയും ഇതുറപ്പാക്കലാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ധർമ്മം എന്ന നിലയിൽ ഇന്ന് നമ്മുടെ ആധുനിക ജനാധിപത്യത്തിലെ 3 ആധാരങ്ങളാണിത്. ജീവിക്കാനുള്ള അവകാശം, സ്വത്തവകാശം, അതുപോലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ 3 തത്വങ്ങളും രാഷ്ട്രീയ ആശയം എന്ന നിലയിൽ ജനാധിപത്യത്തിലേക്ക് കൂട്ടിവിളക്കുന്നത് ജോൺ ലോക്കിൻ്റെ ആലോചനകളാണ്. അതുപോലെ തന്നെ 18ആം നൂറ്റാണ്ടിലെ റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രചോദനമൊക്കെയായി മാറിയ ജ്ഞാനോദയ ചിന്തകനായ റൂസോ ആണ് ജനാധിപത്യത്തെ ഈ സോവറിൻ പവർ, ജനങ്ങളുടെ പരമാധികാരം എന്ന ഒരാശയവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. പിന്നീടത് ജനാധിപത്യത്തിൻ്റെ ആധാര തത്വമായി. എന്താണ് ജനാധിപത്യം എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം അധികാരം വരുന്നത് ജനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്നത്. അതൊരു വെറും വാക്യമൊന്നുമല്ല. വി ദ പീപ്പിൾ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നത്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും അവസാന കാലത്താണ്. ആ പ്രിയാമ്പിൾ അവതരിപ്പിച്ച സമയത്ത് HV കാമത്ത് എന്ന് പേരായ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി അംഗങ്ങളിൽ ഏറ്റവും താർക്കികനായ ഒരാൾ, മൂപ്പര് എന്ത് പ്രമേയം വന്നാലും എതിർത്ത് പറയും. അത് മൂപ്പരുടെ ഒരു വാശിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ വി ദ പീപ്പിൾ നല്ല തുടങ്ങേണ്ടത്, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം തുടങ്ങാൻ എന്ന് പറഞ്ഞു. ദൈവനാമത്തിൽ. കാരണം യൂറോപ്പിലെ പല ഭരണഘടനകളൊക്കെ ആരംഭിക്കുന്ന അങ്ങനെയാണ്, ദൈവനാമത്തിലാവണം. അപ്പോൾ രാജേന്ദ്രപ്രസാദാണ് അധ്യക്ഷൻ. രാജേന്ദ്രപ്രസാദ്
പറഞ്ഞു നമ്മളൊരു സെക്യുലർ ഡെമോക്രസി ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അങ്ങനെ മതനിരപേക്ഷമായി മാറുന്നൊരു രാഷ്ട്രം ദൈവനാമത്തിൽ ഭരണഘടന ആരംഭിക്കുന്നത് ഉചിതമല്ല, അതുകൊണ്ട് ഈ ചർച്ച ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ കാമത്ത് വഴങ്ങിയില്ല. അപ്പോൾ ബംഗാളിൽ നിന്നൊരു വോട്ടിടണം എന്ന് പറഞ്ഞു, എല്ലാം വോട്ടെടുപ്പിന് വേണം. വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട സമയത്ത് ബംഗാളിൽ നിന്നുള്ള ഒരു അംഗം, പൂർണിമ ബാനർജി എന്നു പേരായ ഒരു അംഗമുണ്ട്, അവർ പറഞ്ഞു ഇത് പ്രസ് ചെയ്യരുത്, കാരണം ഇത് വോട്ടിനിട്ടാൽ ഫലത്തിൽ ദൈവത്തെ വോട്ടിനിടലാണല്ലോ, അപ്പോൾ ദൈവത്തിനെ വോട്ടിനിടുന്നത് ന്യായമല്ല, അതുകൊണ്ട് പ്രസ് ചെയ്യരുതെന്ന് പറഞ്ഞു. കാമത്ത് വഴങ്ങിയില്ല. അവസാനം വോട്ടിനിട്ടു. ദൈവത്തിന് 48 വോട്ട് കിട്ടി, നാട്ടുകാർക്ക് 62 വോട്ട് കിട്ടി. അങ്ങനെ ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ വി ദ പീപ്പിൾ. ഈ അധികാരം എവിടെ, ഇത് ചെറിയൊരു കാര്യമല്ല കേട്ടോ, കേൾക്കുമ്പോൾ ലഘുവാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ അധികാരം നിർണ്ണയിക്കുന്നത് എന്ന പ്രഖ്യാപനമാണ് ഈ ആദ്യ വരി, വി ദ പീപ്പിൾ. അത് ജനാധിപത്യത്തിൻ്റെ വളരെ കാതലായ തത്വമാണ്. ദൈവാധികാരമല്ല, പാരമ്പര്യാധികാരമല്ല, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വെളിപാട് പോലെ വരുന്ന ഒന്നല്ല, ജനങ്ങളാണ്. ഇത് സ്ഥാപിച്ചെടുക്കലാണ്. ഇത് കേരളത്തിൽ ഞാനിതിൻ്റെ ഒരു കൗതുകമുള്ളൊരു ഉദാഹരണം വേറെ പറയാം. ഐക്യകേരള പ്രസ്ഥാനം വികസിച്ച് വന്നപ്പോൾ ഐക്യകേരളം മദ്രാസും കൊച്ചിയും തിരുവാങ്കൂറും എല്ലാം ചേർന്ന് കേരളം ഒറ്റ സംസ്ഥാനമാവണം എന്നൊരു വാദം ഉയർത്തി. 1940കളിൽ കേരളത്തിൽ വന്നൊരു മൂവ്മെൻ്റാണ് ഐക്യകേരള പ്രസ്ഥാനം. ഏതാണ്ട് 40കളുടെ തുടക്കം മുതൽ 1956 വരെ അത് പല രൂപത്തിൽ തുടർന്നു. ഇന്ന് കരുതുന്നത് പോലെയല്ല. ഐക്യകേരള പ്രസ്ഥാനം വന്ന സമയത്ത് കേരളത്തിൽ വലിയ എതിർപ്പുണ്ട്. കാരണം തിരുവാങ്കൂർ അന്ന് എ ഗ്രേഡ് സംസ്ഥാനമാണ്, മലബാർ സി ഗ്രേഡാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് മലബാറും തിരുവാങ്കൂറും തമ്മിൽ ചേരുന്നതിന് മലബാറിലും കുറേ ആളുകൾ എതിരായിരുന്നു, തിരുവാങ്കൂറുകാരും എതിരായിരുന്നു. കാരണം തിരുവാങ്കൂറും മലബാറും തമ്മിൽ ലയിച്ചാൽ തിരുവാങ്കൂറിൻ്റെ സ്വത്ത് മലബാറിലേക്ക് കൊടുക്കേണ്ടി വരും എന്നതായിരുന്നു അവിടുത്തെ എതിർപ്പ്. പിന്നെ തിരുവാങ്കൂർ രാജാക്കന്മാരെതിരായിരുന്നു. അത് പിന്നെ ആയിരിക്കുമല്ലോ. തിരുവാങ്കൂർ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് യാഥാസ്ഥിതികമായിരിക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രപരമായ ദൗത്യം തന്നെ. മലബാറിൽ ഇതിന് എതിർപ്പുണ്ടായിരുന്നു. കാരണം അന്ന് ഒരു 1805 ശ്രീരംഗപട്ടണ ഉടമ്പടിക്ക് ശേഷം മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായി മാറിയൊരു ജില്ലയാണ് മലബാർ. അതുകൊണ്ട് ദീർഘകാലമായി മലബാറും മദ്രാസും തമ്മിലാണ് എല്ലാ വിനിമയങ്ങളും ഉള്ളത്. അത് മാറി തിരുവനന്തപുരമായിട്ട് മാറുന്നതോടെ പൊതുവെ മലബാറിനത് ക്ഷീണമായിരിക്കും എന്നതുകൊണ്ട് ഐക്യകേരളത്തെ എതിർക്കുന്ന ഒരു പ്രബല ധാര മലബാറിലുണ്ടായിരുന്നു. അപ്പം ഇതിനെതിരെ ഒരു വലിയ മൂവ്മെൻ്റായിട്ടാണ് ഐക്യകേരള പ്രസ്ഥാനം ഉയർന്നു വന്നത്. EMS ഇതിനകത്തുണ്ട്, KK എളപ്പനുണ്ട്, കേശവമേനോനുണ്ട്, അങ്ങനെ വലിയ ആളുകൾ നടത്തുന്ന ഒരു സമരമാണ്. അപ്പം ഈ ഘട്ടത്തിൽ കൊച്ചിയിലൊരു കൗതുകമുള്ള സംഭവം ഉണ്ടായി. കൊച്ചി രാജാവ് ഐക്യകേരളത്തിന് വേണ്ടി തൻ്റെ എല്ലാ അധികാരങ്ങളും കൈയൊഴിയാൻ തയ്യാറാണ് എന്നൊരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഐക്യകേരളത്തിന് വേണ്ടി എല്ലാവരും സാർവത്രികമായിട്ട് സ്വാഗതം ചെയ്തു. മാതൃഭൂമി അദ്ദേഹത്തെ ഐക്യകേരള തമ്പുരാൻ എന്നെല്ലാം വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തിയററ്റീഷ്യനും പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ അതിനെ ഏറ്റവും കൂടുതൽ നയിക്കുകയും ചെയ്യുന്ന ഒരാൾ EMS ആണ്. EMS 2 പുസ്തകം എഴുതുന്നുണ്ട് ഈ ആസ്പെക്റ്റിൽ. 1.25 കോടി മലയാളികൾ 1946. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് 1948 കേരളം മലയാളികളുടെ മാതൃഭൂമി. രണ്ടും ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ്. EMS ആണ് അതിൻ്റെ ഏറ്റവും വലിയ തിയററ്റീഷ്യൻ. EMS അതിശയകരമായ വിധത്തിൽ കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനത്തിനെതിരെ ഒരു ദീർഘമായ ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. ആ ലഘുലേഖയുടെ ശീർഷകം മാരകമായ ഒരു ആക്രമണമാണ്. ശീർഷകം ഇതാണ്: കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നായിരുന്നു. അത്ര ഷാർപ്പായ അറ്റാക്കായിരുന്നു. അപ്പോൾ ആളുകൾക്ക് പൊതുവിൽ വലിയ അത്ഭുതമായി. കാരണം ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ നേതാവ്, ഒരു രാജാവ് ഐക്യകേരളത്തിന് വേണ്ടി അധികാരം ഒഴിയാമെന്ന് പറയുന്ന സമയത്ത് അയാളെ ആക്രമിക്കുന്നത് എന്തിനാണ്? ഇവിടെയാണ് ഈ ജനാധികാരം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. കാരണം കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരപുരാതനമായ കേരളീയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യത്തിൻ്റെ പിൽക്കാല രൂപവുമായി ഐക്യകേരള. EMS മറുപടിയായി എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് ഐക്യകേരളം എന്നതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകണമെങ്കിൽ ചിരപുരാതനമായ കേരളീയ സംസ്കാരം എന്ന് വിളിക്കുന്ന ജാതി ജന്മി നാടുവാഴി മേധാവിത്വത്തിൻ്റെ മുഴുവൻ മൂല്യങ്ങളെയും കടപറിച്ച് കളഞ്ഞിട്ടും
പരമ്പരാഗതമായ ചേര സാമ്രാജ്യത്തിൻ്റെ എല്ലാ അവശിഷ്ടാധികാരങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടുമാണ് ഐക്യകേരളത്തിന് നിലവിൽ വരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഐക്യകേരളം എന്ന വാക്ക് പറയുമ്പോൾ ഈ ഐക്യകേരളം പരശുരാമൻ എറിഞ്ഞ മഴുവാണോ, രണ്ടാം ചേര സാമ്രാജ്യം നിളംകുളം പറഞ്ഞുണ്ടാക്കിയ പി കെ ബാലകൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭാവനയുടെ കഷണ്ടിയിൽ വരച്ച ഭൂപടമാണോ? ബാലകൃഷ്ണൻ്റെ നല്ല ഒരു പ്രയോഗമാണ്. അതോ കേരളീയരായ മനുഷ്യരുടെ ആധുനികമായ ജീവിതബോധ്യമാണ്? ഈ ആധുനികമായ ജീവിതബോധ്യമാണെങ്കിൽ കൊച്ചി തമ്പുരാൻ പറഞ്ഞ ഒന്നും നിൽക്കില്ല. കൊച്ചി തമ്പുരാൻ്റെ യുക്തി എന്താണ്? കേരളത്തിലെയും ഇന്ത്യയിലെയും ഭൂപ്രഭുക്കന്മാരെ, ഭൂപ്രഭുത്വത്തെ തങ്ങൾക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന ഇടനിലപ്പണിക്കാരായി സംരക്ഷിച്ചുകൊണ്ട് അവരെ നിലനിർത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ യുക്തിയുടെ അതിൻ്റെ ഒരു തുടർച്ച പോലെ ആധുനിക കേരളത്തിൻ്റെ പരിവേഷത്തിനുള്ളിൽ പരമ്പരാഗതമായ ജാതിജന്മി നാടുവാഴുത്തത്തെയും ബ്രാഹ്മണാധികാരത്തെയും സംരക്ഷിക്കുന്ന യുക്തിയാണ് കൊച്ചി രാജാവ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതാണ് EMSൻ്റെ വിമർശനം. ഞാൻ പറയുന്നത് വി ദ പീപ്പിൾ എന്നത് ചെറിയൊരു കാര്യമല്ല, അത് ആധുനിക ജനാധിപത്യത്തിൻ്റെ കാതലായ തത്വമാണ്. ജനാധികാരം, വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്, ജനങ്ങളുടെ അധികാരം. ആ ജനാധികാരം എന്ന സങ്കല്പം ജനാധിപത്യ ആശയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൻ്റെ കേന്ദ്രം ഈ റൂസോ എന്ന് പറയുന്ന രാഷ്ട്രീയ ചിന്തകനാണ്. ജ്ഞാനോദയ ചിന്തയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിനിധിയാണ് മോണ്ടസ്ക്യൂ. അദ്ദേഹമാണ് പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തിൽ പരിഗണിച്ച ഈ സെപ്പറേഷൻ ഓഫ് ദ പവർ, അധികാര വിഭജനം. നമ്മൾ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നെല്ലാം പറഞ്ഞപ്പോൾ അധികാര വിഭജനം നടത്തുമല്ലോ, ആ വിഭജന യുക്തിയുടെ അവതാരകൻ മോണ്ടസ്ക്യൂ ആണ്. ഞാൻ പറഞ്ഞത് 18-ാം നൂറ്റാണ്ടിലെ ഈ മൂന്ന് വലിയ ചിന്തകരും ആധുനിക ജനാധിപത്യത്തെ ദാർശനികമായി നവീകരിക്കുന്നതിലും അതിനെ സമഗ്രമാക്കുന്നതിലും ഏറ്റവും വലിയ പങ്കുവഹിച്ചവരാണ്. പക്ഷേ അവരുടെ ചിന്തയിൽ നിന്നാണ് ജനാധിപത്യം ഉണ്ടായതൊന്നും നമ്മൾ കരുതരുത്. ആ ചിന്തകളും ജനാധിപത്യത്തിൽ കൂടി കലർന്നിട്ടുണ്ട്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭൗതികാധാരം എന്താണ്? ഒരു മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന് വിളിക്കാവുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് രണ്ട് വിപ്ലവങ്ങളാണ്. ഒന്ന് 1776 അമേരിക്കൻ വിപ്ലവം, രണ്ട് 1789 ഫ്രഞ്ച് വിപ്ലവം. ഈ രണ്ട് വിപ്ലവങ്ങളാണ് നാടുവാഴ്ത്ത അധികാരത്തെയും മധ്യകാല രാജവാഴ്ചയെയും തകർത്ത് ജനാധികാരം എന്ന സങ്കല്പത്തിന് ഒരു പ്രായോഗിക രൂപം നൽകിയത്. 1789 ഫ്രാൻസിലെ മധ്യകാല അധികാരത്തിൻ്റെ കേന്ദ്രമായ കോട്ടകളൊക്കെ തകർത്ത് ജയിൽപ്പുള്ളികളെ മോചിപ്പിച്ച് ജനാധിപത്യത്തിലേക്കുള്ളൊരു വഴി തുറക്കുന്ന വൻ സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം 1789. അതിനു മുമ്പ് 1776 കോളനി അധികാരത്തിൽ നിന്ന് ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന പദവിയിലേക്കുള്ള അമേരിക്കയുടെ പരിവർത്തനത്തിന് വഴിവെച്ചതാണ് അമേരിക്കൻ വിപ്ലവം. 18-ാം നൂറ്റാണ്ടിലെയാണ്. ഇതിൽ ഫ്രഞ്ച് വിപ്ലവമാണ് അംബേദ്കർ അടക്കമുള്ളവർ പിൽക്കാലത്ത് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് കണക്കാക്കപ്പെട്ട മുദ്രാവാക്യം അല്ലെങ്കിൽ ആശയം രൂപപ്പെടുത്തിയത്. എന്താണ് ഡെമോക്രസി എന്നതിന് ഫ്രഞ്ച് വിപ്ലവം നൽകിയ ഉത്തരമാണ് ഒരുപക്ഷെ അതിന് കൈവന്ന ഉത്തരങ്ങളിൽ ഏറ്റവും പ്രാമാണികം. അത് 3 ആശയങ്ങളിലേക്ക് അദ്ദേഹം ഫ്രഞ്ച് ചിന്തകന്മാർ ചുരുക്കുന്നുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന തത്വം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ലിബർട്ടി എന്ന വാക്കിന് ഫ്രീഡം എന്നതിൽ നിന്നൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്രീഡം എന്നതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ ലിബർട്ടി എന്നതൊരു വ്യക്തി തൻ്റെ സ്വാതന്ത്ര്യത്തെ അവകാശപ്പെടുന്നത് പോലെ അതേ മട്ടിലുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണെന്ന് അംഗീകരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതാണ് ലിബർട്ടി എന്ന ഫ്രഞ്ച് വാക്കിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസം. അത് കേവല സ്വാതന്ത്ര്യമല്ല. എൻ്റെ സ്വാതന്ത്ര്യമാണെങ്കിൽ ഫ്രീഡമാണ്, മറിച്ച് എൻ്റെ സ്വാതന്ത്ര്യത്തെ പോലെയുള്ളൊരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ഒരു മൂല്യത്തിൻ്റെ പേരാണ് ലിബർട്ടി എന്നത്. അത് പ്രധാനപ്പെട്ടതാണ്. ഗാന്ധി ഈ സ്വരാജ് എന്ന വാക്ക് ഉപയോഗിക്കുകയും സ്വാതന്ത്ര്യം എന്ന വാക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലും ഇങ്ങനെ ചില താല്പര്യങ്ങളുണ്ട്. കാരണം ഈ സ്വാതന്ത്ര്യം, ബ്രിട്ടനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമായിട്ട് ഇന്ത്യ സ്വതന്ത്രമായിട്ടൊരു കാര്യമില്ല എന്ന് ആദ്യം പറയുന്ന ആളുകളിൽ ഒരാൾ ഗാന്ധിയാണ്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നാലെ പറയാം. അപ്പോൾ ഇങ്ങനെ ഫ്രഞ്ച് വിപ്ലവം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ 3 തത്വങ്ങൾ ഉണ്ടാക്കുകയും മുഴുവൻ മനുഷ്യർക്കും ഇത് അവകാശപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം.
എന്ന് വരികയും ഒരുപക്ഷെ ആധുനിക ജനാധിപത്യത്തിൻ്റെ ആധാരമായി ഫ്രഞ്ച് ബൂർഷ്വാസി ഉയർത്തിയ ഈ മൂല്യം ഉയർന്നു വരികയും ചെയ്തു. സമീർ അമീൻ എന്നു പേരായ 20-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിലൊരാൾ പിന്നീട് ഇതേക്കുറിച്ച് പറയുന്ന കാര്യം, ഫ്രഞ്ച് ബൂർഷ്വാസി ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞെങ്കിലും ഫ്രഞ്ച് ബൂർഷ്വാസി അത് നടപ്പിലാക്കിയില്ല എന്ന്. ബൂർഷ്വാസിക്ക് നടപ്പിലാക്കാൻ പറ്റുന്നൊരു മുദ്രാവാക്യമല്ല ഈ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ലിബർട്ടി ഈസ് ഓക്കെ, സ്വാതന്ത്ര്യം ഓക്കെ, പക്ഷേ ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും നടപ്പിലാക്കാൻ വന്നാൽ പിന്നെ ബൂർഷ്വാസി ഉണ്ടാവില്ല. അതുകൊണ്ട് ബൂർഷ്വാസി ആ സമീർ അമീൻ രസമായിട്ട് പറയുന്നുണ്ട്, ബൂർഷ്വാസി അത് വിളിച്ചെങ്കിലും ആ മുദ്രാവാക്യം അവർ നടപ്പാക്കിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാ മുദ്രാവാക്യവും വിളിച്ചവർ തന്നെ നടപ്പാക്കുന്നത് പ്രതീക്ഷിക്കരുത് എന്നാണ്. വിളിക്കാൻ ഒരാൾ, നടപ്പിലാക്കാൻ വേറെ ആൾ ചിലപ്പോൾ വേണ്ടി വരും. വിളിച്ചവർക്ക് തന്നെ അത് എത്തിക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം വളരെ മർമ്മസ്പർശിയായൊരു ഒബ്സർവേഷൻ കൂടെ വയ്ക്കുന്നുണ്ട്. എന്താണ് ഫ്രഞ്ച് ബൂർഷ്വാസി നടപ്പിലാക്കിയത്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്ലോഗനല്ല, മറിച്ച് അമേരിക്കൻ റവല്യൂഷൻ്റെ സ്ലോഗനാണ് അവർ ഏറ്റെടുത്ത് നടപ്പാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താണ്? ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. സ്വാതന്ത്ര്യം ഇത് ചെറിയ മാറ്റമല്ല. സ്വാതന്ത്ര്യം എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? ബൂർഷ്വാ ജനാധിപത്യ ആദർശം എന്ന നിലയ്ക്ക് പറഞ്ഞത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം സമത്വത്തിനും സാഹോദര്യത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ നടപ്പിലായത് സമത്വത്തിനും സാഹോദര്യത്തിനുമുള്ള സ്വാതന്ത്ര്യമല്ല, സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. എല്ലാവരും സ്വതന്ത്രരാണ്. എന്തിനു സ്വതന്ത്രരാണ്? സ്വത്തവകാശത്തിന്. അല്ലാതെ മറ്റുള്ളവർക്ക് നിങ്ങളുമായി സമത്വം വേണം എന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പെടില്ല. അല്ലെങ്കിൽ സാഹോദര്യം വേണം എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യത്തിൽ പെടില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നതിനെ മാർസൊക്കെ പിന്നീട് പറയുന്ന ബൂർഷ്വാ ഉടമാവകാശത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നതിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ ബൂർഷ്വാസി തന്നെ ജനാധിപത്യം എന്ന ആശയത്തെ അകമേ ദുർബലപ്പെടുത്തിയത്. ജനാധിപത്യത്തിലൊരു ക്ലാസിക്കൽ കോൺട്രഡിക്ഷനാണിത്. അതൊരിക്കലും സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടില്ല, ഇപ്പോഴും സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കാനും മറുഭാഗത്ത് കോടാനുകോടി ദരിദ്രർ പട്ടിണിയിൽ കഴിയുന്ന സമയത്ത് ആ സമ്പത്തിൻ്റെ മുഴുവൻ ഉടമയായി ജീവിക്കാനും നിയമപരമായി ഒരു തകരാറുമില്ലാത്ത, ഒരു എതിരും നേരിടേണ്ടി വരാത്തൊരു സമൂഹത്തെയാണ് നാം ആധുനിക ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. കാരണം സമത്വം അതിൻ്റെ കൺസേൺ അല്ല, സാഹോദര്യം അതിൻ്റെ കൺസേൺ അല്ല. ഇത് ജനാധിപത്യത്തിനുള്ളിലെ ഒരു വലിയ മൗലികമായ ഒരു പ്രതിസന്ധിയായി മാറി. വാസ്തവത്തിൽ ജനാധിപത്യം എന്ന ആശയത്തെ അകമേ വിഴുങ്ങിയ, അതിൻ്റെ മൂല്യത്തെ ആഴത്തിൽ അർത്ഥരഹിതമാക്കിയ ഒരു ഇൻറ്റേർണൽ കോൺട്രഡിക്ഷനാണ് ജനാധിപത്യം ഈ സമത്വത്തിലേക്കോ സാഹോദര്യത്തിലേക്കോ വികസിക്കാതെ അത് കേവല സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിൽ ചെന്ന് കെട്ടിത്തളഞ്ഞുപോയി എന്നത്. മറ്റൊരു സുപ്രധാനമായ ജനാധിപത്യ ആശയ വിശദീകരണം ഉണ്ടാകുന്നത് 1863-ലാണ്. 1863-ലാണ് എബ്രഹാം ലിങ്കൻ്റെ അതിപ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം. അവിടെയാണ് ജനാധിപത്യത്തിനൊരു പക്ഷേ നമ്മളിന്ന് വൻതോതിൽ ഉദ്ധരിക്കുന്ന ഒരു പ്രമാണവാക്യം അദ്ദേഹം പറഞ്ഞത്, എ ഫോം ഓഫ് ഗവൺമെൻറ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. ഇത് 1863-ലാണ്, നവംബർ 19 ഇങ്ങനെ എന്തോ ആണ് ആ ഡേറ്റ്. ആ പ്രസംഗമാണ് ജനാധിപത്യത്തെ ഒരുപക്ഷെ ഏറ്റവും മോഡേണായ ഒരു ആധുനികമായ ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുവന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ പേരാണ് ജനാധിപത്യം എന്നത്. പക്ഷേ പിൽക്കാലത്ത് ഇത് ജനാധിപത്യത്തിന് കിട്ടിയ ഏറ്റവും മൗലികമായ ഒരു എക്സ്പ്ലനേഷനായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഇതേക്കുറിച്ചും ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതിലേത് ഘടകമാണ് പ്രധാനം? ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്നു എന്നതിലേതാണ് ജനാധിപത്യത്തിൻ്റെ ഹൃദയം? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ജനങ്ങളെയാണ് ഭരിക്കുന്നത് എന്നുള്ളത് ജനാധിപത്യത്തിൽ മാത്രമല്ല. രാജവാഴ്ച അങ്ങനെയാണ്, ഫാഷിസ്റ്റുകൾ അങ്ങനെയാണ്, ഏകാധിപതികൾ അങ്ങനെയാണ്, എല്ലാം ജനങ്ങളെയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ഭരിക്കുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ കോർ വാല്യൂ അല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം എന്നതൊരു ക്ലെയിമാണ്. അതെല്ലാ കാലത്തും ഉയരുന്ന ക്ലെയിമാണ്. ഫാസിസ്റ്റുകളും എല്ലാ കൊള്ളക്കാരും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നെല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം ട്രൂലി ഡെമോക്രാറ്റിക് ആകുന്നത് ഈ ജനങ്ങളെ ഭരിക്കുന്നതിലോ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നതിലോ അല്ല, മറിച്ച് അതിൻ്റെ കാതൽ ബൈ ദ പീപ്പിൾ എന്നതാണ്. ജനങ്ങളാൽ ഭരിക്കപ്പെടുക. ഈ ജനങ്ങളാൽ ജനാധികാരം, വിൽ ഓഫ് ദ പീപ്പിൾ, വിൽ ഓഫ്
ദ പീപ്പിൾ എന്ന് പറയും. ജനങ്ങളുടെ അധികാരം, ജനങ്ങളുടെ ഇച്ഛ, അത് എത്രത്തോളം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ കാതൽ, മറ്റു രണ്ടുമല്ല. അതുകൊണ്ട് ജനാധിപത്യത്തെ കുറെ കൂടി സൂക്ഷ്മവൽക്കരിക്കാനുള്ള ശ്രമത്തിലേർപ്പെട്ട 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ചിന്തകർ ബൈ ദ പീപ്പിൾ എന്നതിന് എത്രത്തോളം ഇടമുണ്ട്, അതാണ് ജനാധികാരത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ ഹൃദയം എന്നൊരു വീക്ഷണത്തിലേക്ക് ഈ ആശയത്തെ കൊണ്ടുവന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിന്നറിയാം ഈ ബൈ ദ പീപ്പിൾ എന്നുള്ളത് മാഞ്ഞു പോയ ഒരു സങ്കല്പനാണ്. ഈ ബൈ ദ പീപ്പിളിനെ ഇന്ത്യൻ സിറ്റുവേഷനിൽ കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിയുടെ ചില വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അന്ത്യജൻ എന്നൊരു വാക്കൊക്കെ ഗാന്ധി ഉണ്ടാക്കിയതാണ്. അന്ത്യജൻ, അവസാനത്തെ ആൾക്ക്. ഇപ്പോൾ ഗാന്ധി 46-ലാണല്ലോ നമ്മുടെ ക്യാബിനറ്റ് മിഷൻ വരികയും ക്യാബിനറ്റ് മിഷൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപപ്പെടുത്താനുള്ള ഒരു തീരുമാനം ഇന്ത്യയിലുണ്ടാവുകയും ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ രൂപപ്പെടൽ കുറച്ചൊരു കൗതുകകരമായ കാര്യമാണ്. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കാനായിട്ട് രൂപപ്പെടുത്തിയ ആ ഭരണഘടനാ നിർമ്മാണ സഭ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പിലൂടെയല്ല നിലവിൽ വന്നത്. 45-ൽ ഇന്ത്യയിലെ പ്രവിശ്യ കൗൺസിലുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ പ്രവിശ്യ നിയമസഭകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ തിരഞ്ഞെടുത്ത അംഗങ്ങളും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളും ചേർന്നതായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ അന്ന് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവിശ്യ കൗൺസിലുകളിലേക്ക് ഒരു പ്രവിശ്യയിലെ എല്ലാ ആളുകളും വോട്ട് ചെയ്യുന്നില്ല. അതിൽ ഇത്ര ശതമാനം നികുതി കൊടുക്കുന്നവർ, ഇത്ര പരിഗണന ഉള്ളവർ, അങ്ങനെയാണ് വോട്ടവകാശമുള്ളത്. എല്ലാവർക്കും വോട്ടവകാശം ഇല്ല. അതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് 46-ലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപപ്പെടുന്ന സമയത്ത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപപ്പെടുത്തിയ 45-ലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എത്ര ശതമാനം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 13% ജനങ്ങളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. വെറും 13% ജനങ്ങൾ മാത്രം വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണോ സ്വതന്ത്രമാകുന്ന ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കേണ്ടത് എന്ന ഒരു ചോദ്യം അന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ബഹിഷ്കരിച്ച ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിലുണ്ട്, സോഷ്യലിസ്റ്റുകളാണ്. രാം മനോഹർ ലോഹിയയും ജയപ്രകാശ് നാരായണനും ഒക്കെ ഭരണഘടനാ അസംബ്ലി ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അന്ന് ഇതിൽ പങ്കെടുക്കണോ വേണ്ടേ എന്നുള്ളതിൽ വലിയ ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ആ തർക്കം മുറുകി നിൽക്കുന്ന സമയത്ത് അന്ന് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളിൽ ഒരാളായ ജഗജീവൻ റാം ഗാന്ധിയെ കാണാൻ ചെല്ലുന്നുണ്ട്. ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കണം. ഗാന്ധി പറഞ്ഞു, നിങ്ങളതൊരു സത്യാന്വേഷണ പരീക്ഷ ആയിട്ട് കാണണം ഇതിനെ, അതുകൊണ്ട് പങ്കെടുക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിയമനിർമ്മാണത്തിൽ ഏർപ്പെടുമ്പോൾ, ഗാന്ധിയുടെ വലിയ ആശയങ്ങളിലൊന്ന് അപ്പോഴാണ് ഗാന്ധി പറയുന്നത്, നിങ്ങളൊരു നിയമനിർമ്മാണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നറിയാനായി ഞാൻ നിങ്ങൾക്കൊരു ഉരകല്ല് തരാം. ഐ വിൽ ഗീവ് യു എ ടാലിസ്മാൻ, എ ടച്ച് സ്റ്റോൺ. തിങ്ക് ഓഫ് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ യു ഹാവ് എവർ സീൻ. നിങ്ങൾ ഇക്കാലം വരെ കണ്ടതിൽ വച്ച് ഏറ്റവും ദരിദ്രനായ ഒരാളെ മനസ്സിൽ കാണണം. അയാൾക്ക് ഗുണമാണെങ്കിൽ നിങ്ങളുടെ നയം ശരിയാണെന്ന് മനസ്സിലാക്കണം. ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ എന്നതാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ മാനദണ്ഡമായി മാറിയത്. അവസാനത്തെ ആൾ, അന്ത്യജൻ, അയാളെ നിങ്ങൾ ഈ നിയമനിർമ്മാണത്തിൽ പരിഗണിക്കുന്നുണ്ടോ? ഇന്നിതൊക്കെ പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ഏതോ വിദൂര ഭൂതകാലത്തിലെ ആദർശാത്മകമായ ഒരു ചർച്ചയുടെ അവശിഷ്ട ഭംഗി മാത്രമേ അതിനുള്ളൂ. ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ എൻറ്റയർലി വാനിഷ്ഡ്. നമ്മുടെ പൊളിറ്റിക്കൽ ഹൊറൈസണിൽ നിന്ന് മഞ്ഞേ പോയ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ചക്രവാളത്തിൻ്റെ വിദൂര ആദകളിൽ ധൂളി സദൃശരായി പാറിപ്പോയ കീടജന്മങ്ങളാണ് കോടാനുകോടി മനുഷ്യർ. പക്ഷെ ഗാന്ധിയുടെ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ കാതൽ അതായിരുന്നു. അയാളുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ജനാധിപത്യമെന്ന് പറയുന്നതിനെ ഈ നിലയിൽ പുനഃക്രമീകരിക്കാനുള്ള ഒരു ശ്രമം ബൈ ദ പീപ്പിൾ എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അതിനെ പുനഃസ്ഥാപിക്കാൻ 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ചിന്തകർ വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന്, അതായത് ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സാഹോദര്യം എന്ന പ്രശ്നത്തിലെ വൈരുദ്ധ്യത്തെ ഒരു പക്ഷേ ഏറ്റവും ആഴത്തിൽ അഭിസംബോധന ചെയ്ത ഒരു രാഷ്ട്രീയ ചിന്തകൻ വാസ്തവത്തിൽ അംബേദ്കറാണ്.
നമ്മൾ അംബേദ്കറെ അങ്ങനെ മനസ്സിലാക്കുന്നത് കുറവാണ്. നമ്മുടെ ദളിത് വിമോചനത്തിൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിർമ്മാണത്തിൻ്റെയും ഒക്കെ ഒരു പരിവേഷത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന നിലയിൽ അംബേദ്കർ നടത്തിയ ഇടപെടലിൻ്റെ പ്രാധാന്യം വേണ്ട അളവിൽ നമ്മുടെ ആലോചനകളിൽ പലപ്പോഴും വരാറില്ല. ഇന്ത്യയുടെ ഒരു വലിയ ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ ചിന്തകരെ നമ്മൾ പലപ്പോഴും ആ നിലയിൽ ശ്രദ്ധിക്കാറില്ല. എം എൻ റോയ് 20-ാം നൂറ്റാണ്ട് ജന്മം നൽകിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിന്തകനാണ്. പക്ഷേ പൊതുവെ ആരും തന്നെ എം എൻ റോയെ ശ്രദ്ധിക്കാറില്ല. മറ്റൊരാളാണ് ടാഗോർ. ടാഗോറാണ് ഭരണകൂടം, ദേശീയത തുടങ്ങിയ സങ്കല്പങ്ങളുടെയൊക്കെ ആദ്യത്തെ വലിയ വിമർശകൻ. പക്ഷേ ഗീതാഞ്ജലി നൽകിയ പരിവേഷവും സാഹിത്യപരമായ മായികതയും കൊണ്ട് ടാഗോറിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ നമുക്ക് ചില നഷ്ടങ്ങളുണ്ട്. റോയ് എന്ന് പറയുന്നത് വലിയൊരാളാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന റോയാണ്. 1934 എം എൻ റോയ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ളൊരാശയം പറയുന്നത്. 44 ഇതുവരെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാകാത്തതിന് പരിഹാരമായിട്ട് മൂപ്പർ ഒറ്റയ്ക്കിരുന്ന ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ആളാണ്. 44 ഒറ്റക്കൊരാൾ ഭരണഘടന എഴുതിയത് മൂപ്പര് മാത്രമാണ്. അത്രയും വ്യാപ്തിയുള്ള മനുഷ്യനാണ്. ഇന്ന് ആരും ഓർക്കുന്നു എന്നത് അത്ഭുതകരമാണ്. മാനവേന്ദ്രനാഥ റായ് വളരെ കുറഞ്ഞ വിദ്യാഭ്യാസമേ ഉള്ളൂ. ഉത്തർപ്രദേശിൽ നിന്ന് യാത്ര തുടങ്ങി ഈ പറയുന്ന ഹിന്ദുക്കുഷ് പർവ്വതമൊക്കെ താണ്ടിക്കടന്ന് അപ്പുറം ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി മെക്സിക്കോയിൽ പോയി അവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി അധികാരത്തിലെത്തിച്ച് പിന്നെ അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റായി കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ പോയി ലെനിനോടൊപ്പം പ്രവർത്തിച്ച് ചൈനയിൽ മാവോക്കൊപ്പം പ്രവർത്തിച്ച് അവസാനം സ്റ്റാലിനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചു വന്ന് ആധുനിക ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും വിപ്ലവകരമായ പങ്കുവഹിച്ച ഒരാളാണ് എം എൻ റോയ്. ആരെങ്കിലും ഓർക്കണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. വാസ്തവത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ മനുഷ്യരുണ്ടല്ലോ, ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ ഇത്തിരി വട്ടം ചിന്തിക്കുന്നു എന്ന് പറയുന്ന ഈ അല്പബുദ്ധികളുടെ മുമ്പിൽ ഹിമാലയത്തിലും പൊക്കമുള്ള ഒരാളുടെ പേരാ ഈ എം എൻ റോയ് എന്നുള്ളത്. വലിപ്പങ്ങളെ ഓർക്കാനിടമില്ലാത്തൊരു കാലമായതുകൊണ്ട് എം എൻ റോയെ നമ്മൾ ഓർക്കുന്നില്ല എന്നേ ഉള്ളൂ. അംബേദ്കർ അതുപോലെ അംബേദ്കർ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ തലത്തിൽ അംബേദ്കർ കൊണ്ടുവന്ന വ്യത്യാസം, പ്രത്യേകിച്ചും ജനാധിപത്യം എന്ന ആശയത്തെ അംബേദ്കർ നവീകരിച്ച രീതി. അംബേദ്കർ കൊളംബിയ സർവകലാശാലയിലാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന അധ്യാപകരിൽ ഒരാളായിരുന്നു ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയിയാണ് പ്രാഗ്മാറ്റിസം എന്ന ചിന്താപദ്ധതിയുടെ അവതാരകരിൽ ഒരാൾ. അദ്ദേഹം ഡ്യൂയിയുടെ ആശയങ്ങളെ പിൻപറ്റിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് അംബേദ്കറുടെ ജനാധിപത്യം സ്റ്റാറ്റിക് ഒന്നുമല്ല. 20കളിലും 30കളിൽ അദ്ദേഹം പറഞ്ഞ ആശയത്തിൽ നിന്ന് 56 ഒരുപാട് മാറ്റമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായൊരു തുടർച്ചയുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജനാധിപത്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നുണ്ട്, മൈ ഫിലോസഫി ഓഫ് ഡെമോക്രസി ക്യാൻ ബി എൻഷ്രൈൻഡ് ഇൻ 3 വേർഡ്സ്: ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. 3 തത്വങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 3 മുദ്രാവാക്യങ്ങൾ. പക്ഷേ അംബേദ്കർ അവിടെ നിർത്തുന്നില്ല. അംബേദ്കർ പറയുന്നുണ്ട് ഇതിലേതെങ്കിലും ജനാധിപത്യം ഒരു തൃത്വമാണ്, ഒരു ട്രിനിറ്റി പ്രിൻസിപ്പിളാണ്, ഒരു തൃത്വ പദ്ധതിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് പോലെ ഒരേർപ്പാടാണ് ജനാധിപത്യവും. അത് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമോ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യമോ നിരർത്ഥക. അപ്പോൾ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം അംബേദ്കർ പറയും മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനുള്ള ന്യൂനപക്ഷത്തിൻ്റെ അവകാശം മാത്രമാണ്. അത് നിരർത്ഥകമാണ്. തിരിച്ച് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വം വ്യക്തികളുടെ ഇച്ഛയ്ക്ക് ഇടമില്ലാത്തതാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും പരസ്പര പൂരകമാണ്, പരസ്പര പൂരകമായേ നിൽക്കൂ. പക്ഷെ ഇതിലൊരു പ്രോബ്ലം ഉണ്ടെന്ന് അംബേദ്കർ തിരിച്ചറിയുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞത്, ഇങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഇൻഹറൻ്റായ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആരുടെയും സ്വാതന്ത്ര്യബോധത്തിൻ്റെ നിരുപാധികമായ തടസ്സമില്ലാത്ത ആവിഷ്കാരം സമൂഹത്തിൻ്റെ സമത്വഭാവനയെ തടസ്സപ്പെടുത്തും. ഇപ്പം എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ തടസ്സമേതുമില്ലാതെ വിനിയോഗിക്കാൻ ശ്രമിച്ചാൽ സമൂഹത്തിൻ്റെ ഒരു ഇഗാലിറ്റേറിയനായ തുല്യതാബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് അതെതിരായി മാറും. അതുകൊണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യം നിരുപാധികമായി നമ്മൾ ഭാവന ചെയ്താൽ സമത്വം എന്ന ആശയത്തെ അത് ദുർബലപ്പെടുത്തും. തിരിച്ച് സമത്വത്തെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ചാൽ, അന്തിമമായൊരു തത്വമായി സമത്വത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും അംബേദ്കറുടെ വളരെ മർമ്മസ്പർശിയായൊരു
ഡെമോക്രാറ്റിക് ഇൻ്റർവെൻഷനാണ്. ഡെമോക്രസി എന്ന തത്വത്തിൻ്റെ വിപുലീകരണത്തിലെ അംബേദ്കറുടെ ഇടപെടലിൻ്റെ കാതൽ ഈ പറയുന്ന ആശയമാണ്. വെസ്റ്റേൺ ഡെമോക്രസിയുടെ പകർപ്പല്ല അത്. നമ്മൾ പലപ്പോഴും അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് എടുത്തു എന്നൊക്കെ പറയും. അങ്ങനെയല്ല. അദ്ദേഹം കൊണ്ടുവന്നത് സ്വാതന്ത്ര്യവും സമത്വവും പരസ്പര പൂരകമാണ് എന്ന് ഔപചാരികമായി പറയാമെങ്കിലും പ്രായോഗികമായ നിർവഹണ തലത്തിൽ സ്വാതന്ത്ര്യം സമത്വത്തിനും സമത്വം സാഹോദര്യത്തിനും എതിരായി നീങ്ങും. ഇതെവിടെ വെച്ച് പരിഹരിക്കും? ഇത് പരിഹരിക്കാനുള്ള അടിസ്ഥാന തലം സാഹോദര്യമാണ്. ഇതാണ് സാഹോദര്യം. സാഹോദര്യം ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി ആവുന്നത് അവിടെ വെച്ചാണ്. അദ്ദേഹം പറയും ഇതൊരു അലങ്കാരമല്ല. സമൂഹത്തിൽ സാഹോദര്യ ഭാവന നിലീനമായാൽ മാത്രമാണ് സമത്വവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം പരിഹരിക്കപ്പെടും. അല്ലാത്തടത്തോളം അത് തുടരും. അദ്ദേഹം ഒരു രസമുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. സാഹോദര്യം ഇല്ലെങ്കിൽ സമത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ നിങ്ങളൊരു പോലീസ് ഇൻസ്പെക്ടറെ ഏർപ്പാടാക്കേണ്ടി വരുന്നതാണ്. പോലീസ് ഇങ്ങനെ ഏർപ്പാടാക്കേണ്ടി വരും. അതായത് സമൂഹത്തിൽ സാഹോദര്യ ഭാവനയ്ക്ക് എത്ര വേരുണ്ടോ അത്രയുമാണ് എൻ്റെ സ്വാതന്ത്ര്യബോധം മറ്റൊരാളുടെ സമത്വാധികാരത്തെ നിഷേധിക്കരുതെന്ന് ഞാനും സമൂഹത്തിൻ്റെ സമത്വഭാവന വ്യക്തികളുടെ ഇച്ഛയ്ക്കെതിരാവരുതെന്ന് സമൂഹവും കരുതുന്നത് ആ സമൂഹത്തിൽ വേരുപിടിച്ച സാഹോദര്യ ഭാവനയുടെ ബലത്തിലാണ്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞെത്തിക്കുന്നത്, അതുകൊണ്ട് ഈ 3 തത്വങ്ങളിൽ ജനാധിപത്യത്തിനൊരു ഹൃദയ തത്വമുണ്ട്. അത് സ്വാതന്ത്ര്യമല്ല, അത് സമത്വമല്ല, അത് സാഹോദര്യമാണ്. ഭരണഘടനാ രൂപീകരണ സമിതിയുടെ ഉപദേശകനായിട്ടുള്ള BN റാവു തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് ഉണ്ട്. അങ്ങനെ നിരവധി ഡോക്യുമെൻറ്റുകൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. പക്ഷേ ഈ ഡോക്യുമെൻറ്റുകളിലോ അതിൻ്റെ ആമുഖ പ്രസ്താവനകളിലോ എവിടെയും ഇല്ലാത്തൊരാശയം അംബേദ്കറായി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തത് ഇന്നുള്ളത് ഫ്രറ്റേണിറ്റി എന്ന വാക്യവും അതിൻ്റെ വിശദീകരണമാണ്. ഫ്രറ്റേണിറ്റി, അദ്ദേഹം അതിന് കൊടുക്കുന്ന വിശദീകരണം ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രറ്റേണിറ്റി അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇതിൽ ഇൻ്റഗ്രിറ്റി 42ാം ഭരണഘടനാ ഭേദഗതി വഴി വന്നതാണ്. യൂണിറ്റി ഉണ്ടായിരുന്നുള്ളൂ, ഇൻ്റഗ്രിറ്റി ഇടയ്ക്കൊന്ന് കൂട്ടിച്ചേർത്തതാണ്. അതിനൊക്കെ അതിൻ്റെ രാഷ്ട്രീയമുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. വ്യക്തിയുടെ അന്തസ്സ് ഉറപ്പാക്കിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ നിലനിർത്താൻ കഴിയില്ല എന്ന് പറയുകയും ആധുനിക ജനാധിപത്യം എന്ന് പറയുന്നത് നീതി, സമത്വം, സാഹോദര്യം, ജനാധിപത്യം എന്നിവയിൽ അധിഷ്ഠിതമായി നിലനിൽക്കണമെങ്കിൽ അത് സാഹോദര്യനിഷ്ഠമാകണം എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിശദീകരണം ജനാധിപത്യ സങ്കല്പത്തിലേക്ക് വിളക്കി ചേർക്കുന്നു എന്നതാണ് അംബേദ്കറുടെ ജനാധിപത്യത്തിൻ്റെ കാതൽ. അത് യൂറോപ്യൻ ജനാധിപത്യത്തിൻ്റെ വെറുമൊരു എക്സ്റ്റൻഷൻ അല്ല. കാരണം ഈ സാഹോദര്യം എന്നതൊരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണെന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റുവേഷനിൽ വളരെ പ്രധാനമാണ്. കാരണം ഇന്ത്യൻ സിറ്റുവേഷൻ പ്രാഥമികമായി ഇന്ത്യ നിരസിച്ചത് സാഹോദര്യ ഭാവനയാണ്. സാഹോദര്യ ഭാവനയാണ് ഇന്ത്യ നിരസിക്കുന്നത്. ജാതി എന്തിൻ്റെ നിരാകരണമാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായി പറയാവുന്നത് മനുഷ്യർ തുല്യരാണ് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു സാഹോദര്യ ബോധത്തിൻ്റെ നിരാകരണമാണ്. അതുകൊണ്ട് അംബേദ്കർക്കും ഏതാണ്ട് 70 കൊല്ലം മുമ്പ് കേരളത്തിൽ ഒരാൾ ഈ വാക്യം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഓർക്കണം. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നതൊരു ഭരണഘടനാ തത്വമാണ്. ഒരാധുനിക ജനാധിപത്യത്തിൻ്റെ ഹൃദയമൂല്യമാണ്. അമ്പലച്ചുമരിൽ വെറുതെ എഴുതി വെച്ചതൊന്നുമല്ല. ആധുനിക ജനാധിപത്യം വരാണ്. കാരണം സാഹോദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് തുല്യമായ ജീവിതാവകാശം മറ്റൊരാൾക്കുണ്ട് എന്നത് ഒരനുഭവമൂല്യമായി ഞാൻ ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് സാഹോദര്യം. റട്ടറിക്കല്ല, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു അബ്സ്ട്രാക്റ്റ് വാല്യൂ അല്ല, എക്സ്പീരിയൻഷ്യൽ ലെവലാണ്. സാഹോദര്യം ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലാണ്. അതുകൊണ്ടാണ് ആധുനിക ചിന്തയിൽ ഈ സാഹോദര്യം കയറി വരുന്നത്. അതുകൊണ്ടാണ് ഈ ജിൻവാൽജിനോട് മറ്റേ ആ മൂപ്പര് എൻ്റെ സഹോദരൻ എന്ന് പറയുന്നത്. ഡിയിലെ മെത്രാൻ പോലീസ് ഓഫീസർ ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് ഇയാളെ അറിയാമോ? അറിയാമെന്ന് പറയും. ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സഹോദരൻ എന്ന് പറയും. അത് വലിയ പൊളിറ്റിക്കൽ ആൻസറാണ്. 19ാം നൂറ്റാണ്ടിൽ ആധുനിക രാഷ്ട്രീയം രൂപപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഈ സാഹോദര്യം എന്നത്. ആ സാഹോദര്യത്തെ ജനാധിപത്യവുമായി കൂട്ടിവിളക്കി യൂറോപ്യൻ ജനാധിപത്യത്തിൻ്റെ ഔപചാരിക ഘടനയുടെ പരിമിതിയിൽ നിന്ന് ആധുനിക ജനാധിപത്യ ചിന്തയെ തുറക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഇടപെടലാണ് അംബേദ്കർ ഈ ജനാധിപത്യം എന്ന ആശയത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് ഡെമോക്രസി ഈസ് നോട്ട് എ ഫോം ഓഫ് ഗവൺമെൻറ് ബട്ട് എ ഫോം ഓഫ് ലിവിങ്.
ഒരു ഭരണകൂട രൂപമല്ല, ഒരു ജീവിത രീതിയാണ്. ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്. എന്താണത്? റവറൻസ് ടു ദ ഫെല്ലോ ബീയിങ്. ഒപ്പം ജീവിക്കുന്നവരോടുള്ള ബഹുമാനം, ആദരവ്, കരുതൽ, അവർക്ക് വേണ്ടിയുള്ള പരിഗണന. നാരായണഗുരു പറഞ്ഞ കാര്യമാണിത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരൻ്റെ ഗുണത്തിനായി വരണം. നാരായണഗുരു ഒരു രാഷ്ട്രീയ ചിന്തകനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടേ ഇല്ല. മൂപ്പര് കവിതയൊക്കെ എഴുതി ആത്മീയ തത്വമൊക്കെ പറഞ്ഞ് നടന്ന ഒരാളാണ് എന്നാണ് കരുതുന്നത്. ആഴമുള്ള രാഷ്ട്രീയ ചിന്തകനാണ്. അപരൻ്റെ ഗുണത്തിലാണ് ആത്മഗുണം എന്നത്. റവറൻസ് ടു ദ ഫെല്ലോ ബീയിങ്, ഒപ്പം ജീവിക്കുന്ന മനുഷ്യരോടുള്ള കരുതലിലാണ് ജനാധിപത്യം. അതുകൊണ്ട് ജനാധിപത്യത്തെ അദ്ദേഹം പിന്നീട് പല നിലയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വേറൊരു വിശദീകരണം ജനാധിപത്യത്തെ ഭൂരിപക്ഷം എന്ന സങ്കല്പത്തിന് പുറത്തു കൊണ്ടിരില്ലാണ്. ജനാധിപത്യം ഭൂരിപക്ഷമാണെന്ന് സങ്കല്പിച്ചാൽ വലിയ അപകടമാണ്. കാരണം ഭൂരിപക്ഷം കിട്ടി ജയിക്കുന്നതൊന്നും ജനാധിപത്യം ആവണമെന്നില്ല. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാളുടെ പേരാ, മുസോളിനിയും തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാളുടെ പേരാ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതൊക്കെ ജനാധിപത്യമാണെന്ന് കരുതി കഴിഞ്ഞാൽ ജനാധിപത്യം ആവണമെന്നില്ല. അത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം 100 പേരുള്ളൊരു കൂട്ടായ്മയിൽ 99 പേർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുകയും ഒരാൾ വിയോജിക്കുകയും ചെയ്താൽ 99 പേരും കൂടി ചേർന്ന് അയാളെ തല്ലിക്കൊല്ലാൻ തീരുമാനിക്കുന്നതിൻ്റെ പേര് ഫാഷിസം എന്നാണ്. അതിൽ ജനാധിപത്യമൊന്നുമില്ല. വിജയൻ മാഷ് പണ്ട് പറയുന്നുണ്ട്, ജനാധിപത്യത്തിൽ ഫാഷിസത്തിനൊരു മുറിയുണ്ട് എന്ന്. വളരെ മർമ്മസ്പർശിയായ ഒബ്സർവേഷനാണ്. ഫാഷിസം ജനാധിപത്യത്തിൻ്റെ ഉള്ളിലുണ്ടാവും. കേവല ഭൂരിപക്ഷവാദമാണ്, മെജോറിറ്റേറിയനിസമാണ് ജനാധിപത്യമെന്ന് കരുതിയാൽ ജനാധിപത്യം ഏത് ചുവടിലും ഫാഷിസമാവും. ഇൻഹറൻ്റ്ലി ഫാഷിസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒന്നാണ് മെജോറിറ്റേറിയനായ ജനാധിപത്യ ഭാവന. അതുകൊണ്ടാണ് സോക്രട്ടീസ് അന്ധകാലത്ത് എതിർത്തത്. ഗ്രീക്ക് ജനാധിപത്യം രൂപപ്പെട്ട കാലത്ത് സോക്രട്ടീസ് അതിനോട് ക്രിട്ടിക്കലായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, പുറമേക്ക് പറഞ്ഞത് ബുദ്ധിശൂന്യതയുടെ ഭൂരിപക്ഷമായിരിക്കുന്നതാണ്. അതൊരു ജനവിരുദ്ധമാണെന്ന് ഇന്നത്തെ നിലയ്ക്ക് പറയാം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. പക്ഷെ അന്ന് അദ്ദേഹം ഇതിനോട് ഒരു കൗതുകമുള്ള വിമർശനമാണ് പറഞ്ഞത്. കേവല ഭൂരിപക്ഷം അല്ല. അംബേദ്കർ ഈ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നത് വേറൊരു നിലയ്ക്കാണ്. അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യം എന്താണ്? ജനാധിപത്യത്തെ അദ്ദേഹം വ്യത്യസ്തത എന്ന ആശയവുമായിട്ട് ഘടിപ്പിച്ചു. കേവല ഭൂരിപക്ഷമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനും ഇരയാക്കപ്പെടാതിരിക്കാനുമുള്ള അധികാരമാണ് ജനാധിപത്യം. ബീയിങ് ഡിഫറൻറ്റ്, വേറിട്ട് നിൽക്കാനുള്ള അധികാരത്തിൻ്റെ പേരാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒരു പൊതുവീക്ഷണം വച്ച് പുലർത്തുന്നു എന്നതല്ല, ഭൂരിപക്ഷം പേരും ആ പൊതുവീക്ഷണത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ആ പൊതുവീക്ഷണത്തിനെതിരായ നിലപാടുകളെ സംരക്ഷിക്കാൻ, നിലനിർത്താൻ ആ കമ്മ്യൂണിറ്റിക്ക് എത്ര കെൽപ്പുണ്ട് എന്നതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ പൊതുവീക്ഷണത്തിന് മേൽക്കൈയുണ്ടോ എന്നുള്ളതല്ല. നോക്കൂ, ഇങ്ങനെ ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണശേഷിയാണ് ജനാധിപത്യം. ഇത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെ ഒരു റിവേഴ്സലാണ്. ഗ്രീക്ക് ജനാധിപത്യം കേവല ഭൂരിപക്ഷ ബോധമാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള മിക്കവാറും 19-ാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാ സങ്കല്പങ്ങളും ജനാധിപത്യം ഭൂരിപക്ഷപരം എന്ന സങ്കല്പമാണ്. അതിനു പകരം ഈ ഭൂരിപക്ഷത്തിന് ഭിന്നതയെ സംരക്ഷിക്കാൻ എത്ര ശേഷിയുണ്ട് എന്നതിലേക്ക് ഈ പറയുന്ന ജനാധിപത്യ തത്വം മാറുകയാണ്. ഇതിൽ വലിയൊരു ആശയമുണ്ട്. കാരണം അടിസ്ഥാനപരമായി പ്രകൃതി എന്ന് പറയുന്നത് റെപ്പറ്റീഷനല്ല, ഡിഫറൻസാണ്. പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം ഡിഫറൻസാണ്. ഈ ഡിഫറൻസിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നാച്ചുറൽ ആവുള്ളൂ. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ നിങ്ങൾ നട്ടും ബോൾട്ടും ഉണ്ടാക്കുന്നു. എല്ലാ നട്ടും ബോൾട്ടും ഒരേ ആകാരത്തിലാണ്, ഒരേ ആകൃതിയിലാണ് എന്നതിൻ്റെ അർത്ഥം അവിടെ ഐക്യമുണ്ട് എന്നല്ല. അവിടെ ഉള്ളത് ഫോർമൽ, മെക്കാനിക്കൽ ആയ ആവർത്തനാണ്. പ്രകൃതി വാസ്തവത്തിൽ ആവർത്തിക്കുന്നേയില്ല. നിങ്ങളൊരു മരത്തിലെ 100 ഇലയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, 100 ഇലയും 100 തരമായിരിക്കും. ഒരേ തരമല്ല. വ്യത്യാസം എസൻഷ്യലാണ്. വ്യത്യാസത്തിനുള്ളിൽ അതൊരൈക്യത്തെ നിലനിർത്തുന്നുണ്ടാവും. പക്ഷെ വ്യത്യാസത്തെ റദ്ദാക്കുന്നത്, എൻറ്റയർലി വ്യത്യാസത്തെ ഇല്ലാതാക്കുന്നത് പ്രകൃതിയുടെ സ്വഭാവമല്ല. അതുകൊണ്ട് സഹജമായിരിക്കുന്നത് വ്യത്യസ്തതയാണ്, സ്വാഭാവികമായിരിക്കുന്നത് വ്യത്യസ്തതയാണ്. ഈ വ്യത്യസ്തതകൾക്കുള്ളിൽ ബോധപൂർവം ആ വ്യത്യസ്തതയ്ക്കപ്പുറമുള്ളൊരു ഏകതയെ നാം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ഐക്യം ഉണ്ടാവുക. അതായത് ഐക്യം എന്നത് മാനുഷികമായ ഇച്ഛയുടെ ആവിഷ്കാരമാണ്, അല്ലാതെ യാന്ത്രികമായ ഒരു സമരൂപത്തിൻ്റെ നിർമ്മാണമല്ല. ഒരേ രൂപത്തിൽ ഇങ്ങനെ ഫാക്ടറി പ്രൊഡക്ഷൻ നടക്കുന്നത് പോലെ മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ പേരേ അല്ല ജനാധിപത്യം.
മറിച്ച് വ്യത്യസ്തതകൾക്കുള്ളിൽ ജീവിക്കുകയും ആ വ്യത്യസ്തതകളെ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കാനായിട്ട് മനുഷ്യർ സ്വന്തം ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്യുമ്പോഴാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യൂണിറ്റി ഓർഗാനിക് ആയിരിക്കുന്നത്, പറ്റം യാന്ത്രികമായിരിക്കുന്നത്. ഫാക്ടറി പ്രൊഡക്ഷൻ പറ്റങ്ങളെ ഉണ്ടാക്കുക, പ്രകൃതി യൂണിറ്റി ഉണ്ടാക്കുക. അത് ഈ വ്യത്യസ്തതകൾക്കുള്ളിലാണ്. ഈ വ്യത്യസ്തത എന്ന ആശയത്തെ ദലേസിൻ്റെ 20-ാം നൂറ്റാണ്ടിലെ ചിന്താചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നിൻ്റെ പേര് തന്നെ റെപ്പറ്റീഷൻ ആൻഡ് ഡിഫറൻസ് എന്നാണ്. വ്യത്യസ്തതകളും ആവർത്തനവും വ്യത്യസ്തത മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ കാതൽ, അല്ലാതെ ആവർത്തനത്തെ ഉറപ്പിക്കലല്ല. ആവർത്തനത്തെ ഉറപ്പിക്കലായിരുന്നു ഡെമോക്രസിയെക്കുറിച്ചുള്ള പഴയ ധാരണ. വ്യത്യസ്തതയെ ഉറപ്പിക്കലാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ സങ്കല്പം, ആധാരം. ഇപ്പം ശിക്ഷ എന്താവണം? കേസരിവാൽ കൃഷ്ണപിള്ള പണ്ട് കേസരിയെക്കുറിച്ച് എന്തെങ്കിലും പറയാതെ ഒരു പ്രസംഗം അവസാനിപ്പിക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു ജീവിതവ്രതമാണ്. കേസരിവാൽ കൃഷ്ണപിള്ള പണ്ട് ഒരു മോപ്രസംഗം എഴുതി. അതിൻ്റെ സന്ദർഭം എന്താ, ഞാൻ ഈ വ്യത്യസ്തതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സന്ദർഭം എന്തായിരുന്നു എന്ന് വെച്ചാൽ, തിരുവാങ്കൂർ ശ്രീമൂലം പ്രജാസംബളിയിൽ ഒരു സ്വകാര്യ പ്രമേയം വന്നു. ആ പ്രമേയം ഈ സ്ത്രീകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ്. ഇപ്പോൾ കേസരി അവിടെ ഉണ്ട്. നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിഞ്ഞുകൂടാ, ഈ അസംബ്ലി റിപ്പോർട്ടിങ് കേരളത്തിൽ ആദ്യം തുടങ്ങിയ ആൾ കേസരിവാൽ കൃഷ്ണപിള്ളയാണ്. മൂപ്പര് ഈ ശ്രീമൂല അസംബ്ലി സമ്മേളിക്കുമ്പോൾ അവിടെ പോയിരിക്കും. അവിടെ ഓരോരുത്തരും പറയുന്നതൊക്കെ കേൾക്കും. അതിനെയൊക്കെ വിമർശിച്ചും പിന്തുണച്ചുമൊക്കെ ദീർഘങ്ങളായ ലേഖനങ്ങൾ എഴുതും. അങ്ങനെ അസംബ്ലി റിപ്പോർട്ടിംഗ് ആരംഭിച്ചത് കേസരിവാൽ കൃഷ്ണപിള്ളയാണ്. ഈ പ്രമേയം വന്നു, പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല, തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് 2 വരി വാക്യത്തിൽ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമാണത്. ഈ ഒരു പ്രമേയം വന്നു, ചർച്ച ചെയ്തില്ല. പക്ഷേ കേസരി 3 ദിവസം മോപ്രസംഗം എഴുതി. കേസരിയുടെ മോപ്രസംഗം അങ്ങനെയാണ്, ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. ചില പ്രസംഗങ്ങൾ 3-4 ദിവസമൊക്കെ നീണ്ടുപോകും. ഈ മോപ്രസംഗത്തിൽ കേസരി പറഞ്ഞത് വധശിക്ഷയിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കണം എന്നല്ല, വധശിക്ഷ ഒഴിവാക്കണം. വധശിക്ഷ ശരിയല്ല. ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, മലയാളത്തിൽ അതിനേക്കാൾ ഗംഭീരമായ ഒരു പ്രബന്ധം വധശിക്ഷയ്ക്കെതിരെ കിട്ടൂല. അത്ര സമഗ്ര. അതിൽ കേസരി ചർച്ച ചെയ്യുന്ന എന്താണ് ശിക്ഷ. ഗംഭീര ആലോചനയാണ്. കേസരി പറഞ്ഞ ശിക്ഷയുടെ പിന്നിലെ പ്രേരണ എന്താണ്. അപ്പം അദ്ദേഹം ശിക്ഷയ്ക്ക് പല കാലങ്ങളിലുണ്ടായ സങ്കല്പന വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രാകൃത സമൂഹങ്ങളിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രതികാരബോധമാണ്. പ്രതികാരമാണ്. കട്ടവൻ്റെ കൈവെട്ടുക, കൊന്നവനെ കൊല്ലുക തുടങ്ങിയ യുക്തികളൊക്കെ ഈ പ്രതികാരമാണ്. അതായിരുന്നു പ്രാകൃത സമൂഹങ്ങളിലെ ശിക്ഷയുടെ താല്പര്യം. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നഷ്ടപരിഹാരം എന്നതായി. നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ ഒരു കുറ്റകൃത്യം കൊണ്ടൊരു നഷ്ടം ഉണ്ടായാൽ ആ നഷ്ടം കുറ്റവാളിയിൽ നിന്ന് ഈടാക്കുക. ഇതാണ് നഷ്ടപരിഹാരത്തിൻ്റെ പിന്നിലെ ഒരു അടിസ്ഥാന യുക്തി. കേസരി പറഞ്ഞു ഇത് രണ്ടും ആധുനികമല്ല, ഇത് സ്വീകാര്യമല്ല. സ്വീകാര്യമായ ഒരേ ഒരു ശിക്ഷാസങ്കല്പം റിഫർമേഷൻ, നവീകരണമാണ്. എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞു 100-ൽ 99 കുറ്റവാളിയും കുറ്റവാളിയായിത്തീരുന്നത് സാമൂഹ്യ കാരണങ്ങളാലാണ്, വ്യക്തിപരമല്ല. അയാൾ കുറ്റവാളിയാകാൻ ആഗ്രഹിച്ച് കുറ്റവാളിയാകുന്ന ആളുകൾ സമൂഹത്തിൽ 1% ഉണ്ടാവുള്ളൂ. അതായത് ഒരു കുറ്റകൃത്യത്തിൽ കുറ്റവാളി എത്രത്തോളം പങ്കാളിയാണോ അത്രത്തോളം തന്നെ ആ സമൂഹം പങ്കാളിയാണ്. ഈ സമൂഹത്തിൻ്റെ പങ്കാളിത്തം എന്ന ഘടകത്തെ മറച്ചു വച്ച് കുറ്റകൃത്യത്തിൻ്റെ ഒരേയൊരു ഉത്തരവാദിയായി കുറ്റവാളിയെ പ്രതിഷ്ഠിക്കുകയാണ് ഈ പ്രതികാരനിഷ്ഠവും നഷ്ടപരിഹാരനിഷ്ഠവുമായ ശിക്ഷ. അതുകൊണ്ട് കുറ്റകൃത്യത്തിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നത് പോലെ കുറ്റകൃത്യത്തിലേക്ക് കുറ്റവാളിയെ കൊണ്ടുപോയ സമൂഹം നവീകരിക്കപ്പെടണം. അതുകൊണ്ട് കുറ്റത്തിനുള്ള ശിക്ഷ കുറ്റവാളിക്കുള്ള ശിക്ഷ കൂടിയാണ്, ശിക്ഷയായിരിക്കുന്നത് പോലെ ഈ സമൂഹത്തിനുമുള്ള ശിക്ഷയാണ്. ഈ ശിക്ഷയില്ലെങ്കിൽ നിങ്ങൾ കുറ്റകൃത്യത്തെ അതിൻ്റെ സാമൂഹ്യ ഉള്ളടക്കത്തിൽ നിന്ന് വ്യക്തിപരതയിലേക്ക് തള്ളി മാറ്റി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സമുദായം അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു വ്യക്തിയിലേക്ക് തള്ളി മാറ്റി സ്വയം രക്ഷപ്പെടുന്നതിൻ്റെ പേരാണ് വധശിക്ഷ അടക്കമുള്ള ശിക്ഷാ സമ്പ്രദായങ്ങൾ. ഇത് ആധുനികമേ അല്ല. അതുകൊണ്ട് വധശിക്ഷ സ്വീകാര്യമേ അല്ല. എന്തുകൊണ്ട്? അതിൽ റിഫോർമേഷന് ഒരു പോസിബിലിറ്റി ഇല്ല. പരിഷ്കരണത്തിൻ്റെ ഒരു സാധ്യതയും അവശേഷിപ്പിക്കാത്ത ഒരു ശിക്ഷയും ശിക്ഷയല്ല ആധുനിക അർത്ഥത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്, ഒരു സാധാരണ സന്ദർഭത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു വലിയ ആശയമണ്ഡലത്തെ പത്രപ്രവർത്തനം രൂപപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക്കൽ മാതൃക എന്ന നിലയിൽ പത്രം എന്ന് പറയുന്നത് വെറും ഗോസിപ്പായി തീർന്ന ഒരു കാലത്തിൻ്റെ നടുവിലിരുന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് എന്താ നിയമസഭാ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമസഭയിൽ കോമാളിത്തം പറയുക, ഒച്ചയുണ്ടാക്കുക, ആരെങ്കിലും നന്ദയ്ക്ക് വിളിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ഗംഭീരമായ ആശയങ്ങളായിട്ട് വരും. അല്ലാതെ മൗലികമായ ഒരു ആശയം അവതരിപ്പിച്ചാൽ ഒരു വരി പത്രത്താളിൽ കിട്ടൂല.
ജനാധിപത്യം എന്ന് പറയുന്നത് ഡിഫറൻസിനെ അക്കോമഡേറ്റ് ചെയ്യല. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപപ്പെട്ട സമയത്ത് മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. അപ്പോഴേക്കും ഇന്ത്യ പാക് വിഭജനം വന്നു, മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. 46 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി സമ്മേളിക്കുന്നത്. 11-ാം തീയതിയാണ് രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ പ്രസംഗത്തിൽ രാജേന്ദ്ര പ്രസാദ് പറയുന്നത്, മുസ്ലിം ലീഗ് ഈ സഭ ബഹിഷ്കരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അധികം ഉത്തരവാദിത്വമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിലെ അംഗങ്ങൾ ഈ സഭയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ അവർ ഉന്നയിക്കുമായിരുന്ന വിമർശനങ്ങളെ കൂടി നാം പരിഗണിച്ചുകൊണ്ട് വേണം നിയമനിർമ്മാണം നടത്താൻ. അല്ലാതെ അവരൊഴിവായിപ്പോയി എന്നുള്ളതൊരു സൗകര്യമല്ല. മറിച്ച് അവരുടെ അഭാവത്തിൽ അവരുന്നയിക്കുമായിരുന്ന വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് വേണം നാം അന്തിമമായി ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് കടക്കാൻ. ഡിഫറൻസാണ് ഞാൻ പറയുന്നത്. ഈ ഡിഫറൻസ് എത്ര പ്രധാനമാണെന്നുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഒരു അടിസ്ഥാന ആശയമാണ്. അതുകൊണ്ടാണ് അംബേദ്കറെ പോലൊരാൾ ആദ്യം കിഴക്കൻ ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ പാക് വിഭജനം വന്നപ്പോൾ ആ പ്രദേശം പാകിസ്ഥാനിലേക്ക് പോയി. അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്തായതിനു ശേഷം ബോംബെയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ആൾ ഒഴിവായ സീറ്റിൽ നിന്ന് ബോംബെയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ താല്പര്യത്തെ പരിഗണിക്കാതെയാണ് വാസ്തവത്തിൽ നെഹ്റു അവിടെ നിന്ന് അംബേദ്കറെ വീണ്ടും തിരഞ്ഞെടുക്കുന്നത്. കാരണം ഈ വോയിസ് പ്രധാനമാണ്. ഡിഫറൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാനിതൊരു ആലങ്കാരിക ആശയമായിട്ട് പറയല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്ത്യയിൽ പ്രായോഗികമായൊരാശയമാണ്. ഗാന്ധിയുടെ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു അംബേദ്കർ. 1942 മുതൽ വൈസ്രോയി കൗൺസിൽ അംഗമായി പ്രവർത്തിച്ച ആളാണ്. വൈസ്രോയി കൗൺസിൽ അംഗമായി പ്രവർത്തിച്ച ഒരാൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി, ആദ്യത്തെ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായി. കാരണം ഈ ഡിഫറൻസ് പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഡിഫറൻ്റ് ആയിരിക്കാനും, ഞാൻ പറഞ്ഞത് ഏകമാനത, ഭൂരിപക്ഷം എന്ന യുക്തിയിൽ നിന്ന് വ്യത്യസ്തത, വിഭിന്നത എന്നതിനെ ജനാധിപത്യത്തിൻ്റെ ആധാരതത്വമാക്കുന്ന നിർണായകമായ ഇടപെടലാണ് സാഹോദര്യം, വ്യത്യസ്തത എന്നീ മൂല്യങ്ങളെ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക വഴി അംബേദ്കർ ചെയ്തത്. അത് ചെറിയൊരു കാര്യമല്ല. ഒരുപക്ഷെ വെസ്റ്റേൺ ഡെമോക്രസിയുടെ ഒരു ഫണ്ടമെൻ്റൽ കോൺഫ്ലിക്റ്റിനെ ഒരു ധാർമ്മിക മൂല്യമായി വഴി പരിഹരിക്കുന്ന ജനാധിപത്യ ചിന്തയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് അംബേദ്കറിൻ്റേത്. നമ്മളിപ്പോൾ പലപ്പോഴും കരുതണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാശ്ചാത്യമായ ജനാധിപത്യ സങ്കല്പങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയ ആശയങ്ങളെയും ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് അംബേദ്കർ ചെയ്തതെന്നാണ്. അംബേദ്കറേറ്റുകളും അങ്ങനെ കരുതുന്നുണ്ട്, നമ്മൾ സാമാന്യനെ കരുതുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. അംബേദ്കർ പിന്നൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, മൈ സോഷ്യൽ ഫിലോസഫി ക്യാൻ ബി എൻട്രൈഡ് ഇൻ 3 words: ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. പക്ഷേ ഐ ആം ഡിറൈവിങ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രറ്റേണിറ്റി നോട്ട് ഫ്രം ഫ്രഞ്ച് റവല്യൂഷൻ ബട്ട് ഫ്രം മൈ മാസ്റ്റർ ലോർഡ് ബുദ്ധ എന്ന്. സാഹോദര്യം എന്ന അടിസ്ഥാന മൂല്യം ഞാൻ സ്വീകരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല, മറിച്ച് എൻ്റെ നാഥനായ ബുദ്ധനിൽ നിന്നാണ് എന്ന് അവസാന ഘട്ടത്തിൽ അദ്ദേഹം 1950-കൾക്ക് ശേഷമുള്ള അംബേദ്കറുടെ ചിന്തയുടെ കേന്ദ്രം ബുദ്ധനാണ്. ജനാധിപത്യത്തെ തന്നെ ഈ ബുദ്ധ ദർശനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പുനഃക്രമീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന, ഇപ്പോൾ ശ്രീരാമേട്ടൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിന് അംബേദ്കർക്കൊരു മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അംബേദ്കർ പറയുന്നുണ്ട്, സാഹോദര്യം എന്ന വാക്ക് വാസ്തവത്തിൽ പര്യാപ്തമല്ല, സ്നേഹം എന്ന വാക്ക് പര്യാപ്തമല്ല, യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട വാക്ക് മൈത്രി എന്നതാണ്. മൈത്രി എന്നത് ബുദ്ധദർശനം മുമ്പോട്ട് വെച്ച 4 ബ്രഹ്മവിഹാരങ്ങൾ എന്നവർ പറയുന്ന 4 പരമമൂല്യങ്ങളുണ്ട്. മൈത്രി, കരുണ, മുദിതം, ഉപേക്ഷ. ഈ 4 പരമമൂല്യങ്ങളിൽ, ബ്രഹ്മവിഹാരങ്ങളിൽ ഒന്നാണ് മൈത്രി. ഈ മൈത്രിയാണ് വാസ്തവത്തിൽ സാഹോദര്യമല്ല വേണ്ടത് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ കാതലായി. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, സാഹോദര്യം എന്ന സങ്കല്പത്തിൻ്റെ പരിമിതി അത് മാനുഷികമാണ്, മൈത്രി പ്രാപഞ്ചികമാണ്, യൂണിവേഴ്സലാണ്, സർവ്വതിലേക്കും തുറന്നിരിക്കുന്നതാണ്. മൈത്രിയെ 4 തത്വങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന പുസ്തകത്തിൽ 4 മൂല്യങ്ങളാണ്. ഒന്ന്, സർവ്വചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം. മനുഷ്യരോട് മാത്രമല്ല, സർവ്വതിലേക്കും തുറന്നിരിക്കുന്ന നിരുപാധിക സ്നേഹം.
2 എല്ലാറ്റിനോടുമുള്ള തുറസ്, 3 തനിക്ക് കൈവന്ന ആഹ്ലാദം സമസ്ത ജീവജാലങ്ങൾക്കും കൈവരണമെന്ന സമർപ്പണബോധം, 4 ആരോടുമുള്ള വെറുപ്പില്ലായ്മ. ഈ 4 മൂല്യങ്ങളാണ്. ഈ 4 മൂല്യങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ ആധാരമാകേണ്ടത്. അത്രയും വ്യാപ്തി സാഹോദര്യം എന്ന സങ്കല്പത്തിന് ഇല്ലാത്തത് കൊണ്ട് ഫ്രറ്റേണിറ്റി ഈസ് നോട്ട് ദ ആപ്റ്റ് വേഡ്, ഫ്രറ്റേണിറ്റി ഈസ് നോട്ട് സഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞ് ദ റിയൽ വേഡ് ഈസ് മൈത്രി എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ചോദിക്കും, ഈ മൈത്രി അല്ലേ വേണ്ടത് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയും ജനാധിപത്യത്തെ കേവലമായ രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നതിൽ നിന്ന് പ്രാപഞ്ചികമായ ഒരു സാഹോദര്യ ബോധം എന്നതിലേക്ക് വികസിപ്പിച്ചുകൊണ്ടാണ് 1920കളിലെ തൻ്റെ രാഷ്ട്രീയ ധാരണയെ 56 അദ്ദേഹം എത്തിച്ചു നിർത്തുന്നത്. ഇത്രയും വലിയ മാറ്റമുണ്ട്. വാസ്തവത്തിൽ ജനാധിപത്യ ചിന്തയുടെ ചരിത്രത്തിൽ ഇത്രയും ആഴത്തിൽ അതിനെ രൂപാന്തരപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു പൊളിറ്റിക്കൽ ഫിലോസഫറെ ഇന്ത്യയിൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റില്ല. ലോകത്ത് തന്നെ താരതമ്യേന വളരെ കുറവാണ്. അംബേദ്കറുടെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതാണ്. അവിടെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതൊന്നും ഇന്ത്യയിൽ നടപ്പുള്ള കാര്യമല്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ഒട്ടും ഡെമോക്രാറ്റിക് അല്ല. കാരണം ഇന്ത്യ അസമത്വത്തെ സ്വാംശീകരിച്ച ഒരു സമൂഹമാണ്. ജാതി ഇന്നത്തെ അർത്ഥമൊന്നുമില്ലെങ്കിലും അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചാണകക്കൂനയ്ക്ക് മുകളിലാണ് ഇത് നിൽക്കുന്നത്. കൗഡങ് എന്ന വാക്ക് അന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരർത്ഥമില്ല കേട്ടോ, പക്ഷേ മൂപ്പർക്ക് അന്ന് എങ്ങനെയോ ഒരു ഉൾക്കാഴ്ച കിട്ടി, ഒരു ചാണകക്കൂനയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഡെമോക്രസിയെ അടിസ്ഥാനപരമായി നാം പരിശീലിക്കണം. ആ പരിശീലന മൂല്യമായിട്ടാണ് അദ്ദേഹം ഒരു സങ്കല്പനം തോമസ് ഗ്രോറ്റിൻ്റെ പഴയ ആശയത്തെ പുനരവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. റിലീജിയസ് മൊറാലിറ്റിയും റിച്വലിസ്റ്റിക് മൊറാലിറ്റിയിലുമാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. അതിനു പകരം ഭരണഘടനാപരമായ ധാർമ്മികത പരിശീലിക്കണം. ഇന്ത്യക്ക് സഹജമല്ല. ഇന്ത്യക്ക് സഹജമായത് അസമത്വമാണ്, അനീതിയാണ്, മനുഷ്യവിരുദ്ധതയാണ്. അതിന് പകരം സാഹോദര്യവും സ്വാതന്ത്ര്യവും സമത്വവും പരിശീലിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കരുതുകയും അങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഈ സാഹോദര്യത്തിൻ്റെ ആധുനികമായ മാനവിക ജീവിതത്തിൻ്റെ മൂല്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് വിശേഷിപ്പിക്കുകയും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉറച്ചാൽ മാത്രമാണ് ഒരു ജനാധിപത്യ സമൂഹമായിട്ട് ഇന്ത്യ നിലനിൽക്കുകയുള്ളൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വാസ്തവത്തിൽ അംബേദ്കർ പിന്നീട് പറയുന്ന മൈത്രി പോലുള്ള ആശയങ്ങളിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക എന്താണെന്ന് വെച്ചാൽ, അംബേദ്കറിൽ എത്തുന്നതോടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി എന്നതിൽ നിന്ന് ഒരു എത്തിക്കൽ കാറ്റഗറിയായി മാറി എന്നതാണ്. ഒരു നൈതിക സങ്കല്പമായി, ഒരു നൈതിക സമ്പർക്കമായി. അതാണ് നോട്ട് എ ഫോം ഓഫ് ഗവൺമെൻറ് ബട്ട് എ ഫോം ഓഫ് ലിവിങ്, റെവറൻസ് ടു ദ ബെല്ലോ ബീയിങ്. സഹജീവികളോടുള്ള ആദരവ്, കരുതൽ നിങ്ങൾക്ക് എത്രയുണ്ട് എന്നത് ജനാധിപത്യത്തിൻ്റെ മൂല്യമായാലുണ്ടല്ലോ. ജനാധിപത്യം 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പോ പാർട്ടി സംവിധാനങ്ങളോ ഒന്നുമല്ല. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ആധാര തത്വമായിട്ട് ജനാധിപത്യം മാറും. റെവറൻസ് ടു ദ ഫെല്ലോ ബീയിങ്. ഈ ഫെല്ലോ ബീയിങ് എന്നുള്ളതിന് എത്രത്തോളം വലുതാക്കാമോ അത്രത്തോളം ഡെമോക്രാറ്റിക് ആവും നമ്മൾ. ആ ഫെല്ലോ ബീയിങ്ങിൽ മേതുല്ലാദാഷൻ പറഞ്ഞ പോലെ അവസാനത്തെ പുഴുവും അവശേഷിക്കുന്നത് വരെ ഞാൻ എൻ്റെ സമരം തുടരും. അസാധ്യവാക്യാണ്. അവസാനത്തെ മനുഷ്യൻ അവശേഷിക്കുന്നത് വരെ സമരം തുടരുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മേതിലാണ് പറഞ്ഞ അവസാനത്തെ പുഴുവും. മൈത്രിയൊന്നും പുതിയ ആശയമാണെന്നും വേണമെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. അംബേദ്കർ ഇത് ആവിഷ്കരിക്കുന്നതിന് 30 കൊല്ലം മുമ്പ് കുമാരനാശാൻ ചണ്ടാലഭിക്ഷുകി എഴുതി. ചണ്ടാലഭിക്ഷുകിയിൽ മൈത്രി എന്നുള്ള വാക്കുണ്ട്. മൈത്രി അദ്ദേഹം സ്നേഹവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രമാണമായിട്ട് ബുദ്ധൻ പറയുന്നത്, പ്രസേനജിത്തിനോട് പറയുന്നത്, അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി നമ്മോടതോതുന്നു രാജൻ. എന്താണ് മൈത്രി? ചോരയെ മുലപ്പാലാക്കുന്ന മൂല്യമാണ് മൈത്രി. അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചോരയാണ്. ചോരയാണ് മുലപ്പാലാകുന്നത്. ചോര എങ്ങനെ മുലപ്പാലാകും? മൈത്രി. അതുകൊണ്ട് മൈത്രി എന്നുള്ളത് എത്രയോ വലിയൊരു എത്തിക്കൽ കാറ്റഗറിയാണ്. വാസ്തവത്തിൽ ആശാൻ്റെ കവിത നോക്കിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന രാഷ്ട്രഭാവനയുടെ പല പൂർവ്വദർശനങ്ങളും കാണാൻ പറ്റും. താന് വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്ന് ജീവിക്കുന്ന സമയത്ത് അവിടെ അനുഭവിച്ച സ്നേഹത്തെക്കുറിച്ച് സീത ഓർക്കുമ്പോൾ
ആശാൻ എഴുതുന്ന ഒരു വരിയുണ്ട്. തരുപക്ഷി മൃഗങ്ങളോടും ആ സുരരോടും നരരോടും ഒന്നുപോൽ ഒരു മട്ടവരുള്ളിലേന്തും ആ സരള സ്നേഹരസം നിനപ്പു ഞാൻ. തരുപക്ഷി മൃഗങ്ങളോട്, വൃക്ഷങ്ങളോട്, പക്ഷികളോട്, മൃഗങ്ങളോട്, സുരരോടും നരരോടും, മനുഷ്യരോടും ദൈവങ്ങളോടും ഒക്കെ ഒരു മട്ടവരുള്ളിലേന്തും ആ സരള സ്നേഹരസം. ആ സരള സ്നേഹരസത്തിൻ്റെ പേരാണ് മൈത്രി. ഈ മൈത്രിയാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ കാതലാകണം എന്ന് അംബേദ്കർ നിർദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് വെറും ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി, ഒരു ഭരണയുക്തിയായി മാറിയ ഈ ജനാധിപത്യം എന്ന സങ്കല്പത്തെ വ്യക്തിപരമായ ഒരു ധാർമ്മികതയുടെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആധാരത്തിൻ്റെയും ഒരു പക്ഷേ പാശ്ചാത്യ ജനാധിപത്യത്തിൻ്റെ ആന്തരിക വൈരുദ്ധ്യത്തെ മറികടക്കുന്ന ഒരു വിഭാവന ക്രമത്തിൻ്റെയും അടിത്തറയായി അംബേദ്കർ വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് അംബേദ്കറുടെ ജനാധിപത്യ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം. നിർഭാഗ്യവശാൽ ഇതൊന്നും ഇപ്പോൾ ആരും ഓർക്കുന്നില്ല. അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ നിങ്ങൾക്ക് കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം കൊണ്ട്, സാമുദായിക ഭൂരിപക്ഷം കൊണ്ട് അട്ടിമറിക്കാൻ പറ്റും. അതിന് അദ്ദേഹം അന്നൊരു പ്രതിവിധി പറഞ്ഞിരുന്നു കേട്ടോ. ആ പ്രതിവിധി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞ പ്രതിവിധി, ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം മുൻകൂറായി തിട്ടപ്പെടുത്തണം. 50% ഹിന്ദുക്കൾ, സവർണ ഹിന്ദുക്കൾ, ജാതി ഹിന്ദുക്കൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളാവില്ല എന്ന് നിയമപരമായി ഉറപ്പുവരുത്തണം. അന്ന് ഏറ്റെടുത്തില്ല. ഇത് ജാതിവാദമാണെന്നാണ് അന്ന് കരുതിയത്. 2014 തെരഞ്ഞെടുപ്പിൽ UP യിൽ നിന്ന് 80 MP തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ UP ജനസംഖ്യയിലെ 20% വരുന്ന 4 കോടി മനുഷ്യർ വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടായില്ല. ജനാധിപത്യം എന്നത് സെലക്റ്റീവ് റെപ്രസെൻറ്റേഷൻ എന്നതിനപ്പുറം സെലക്റ്റീവ് എക്സ്ക്ലൂഷനായി. തെരഞ്ഞെടുക്കുന്ന പ്രാതിനിധ്യാവകാശത്തിന് പകരം തെരഞ്ഞെടുത്ത് പുറന്തള്ളലാണ്, തെരഞ്ഞുപിടിച്ച് പുറന്തള്ളലാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം. ജനാധിപത്യം ഒരു പുറന്തുണ്ട് മാത്രമായി. പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി, എക്കണോമിക് ഡെമോക്രസി, മൂന്നും അംബേദ്കർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഈ തൃത്വ പദ്ധതിയിൽ രാഷ്ട്രീയ ജനാധിപത്യം, സാമൂഹ്യ ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം. രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്നത് അംബേദ്കറുടെ അവസാനത്തെ പ്രസംഗമുണ്ട്. അവസാനത്തെ അല്ല, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അവസാനത്തെ പ്രസംഗം 1949 നവംബർ 25 വൈകുന്നേരം അദ്ദേഹം പ്രസംഗിക്കുന്നു. ഏതാണ്ട് ഈ ആശയമാണ്, നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു എ സിസ്റ്റം വെയർ 1 man 1 vote and 1 vote 1 value. ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഒരാൾക്കൊരു വോട്ടും എല്ലാ വോട്ടിനും തുല്യ മൂല്യവുമുള്ള ഒരു വ്യവസ്ഥ. ബട്ട് സ്റ്റിൽ വി ആർ ഫാർ അവേ ഫ്രം ക്രിയേറ്റിംഗ് എ സിസ്റ്റം വേർ 1 man 1 value. പക്ഷെ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ളൊരു വ്യവസ്ഥ എത്രയോ അകലെയാണ്. 49 അംബേദ്കർ പറഞ്ഞതിൻ്റെ 1000 കാത അകലെയാണ് ഇപ്പോൾ. നിങ്ങളുടെ വീട്ടിൽ പശുവിൻ്റെ ഇറച്ചി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ തല്ലിക്കൊന്നാൽ കേസ് വരാത്തൊരു കാലം ഇത്. മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ട ദിവസം പിറ്റേന്ന് ഇന്ത്യയിൽ മുഴുവൻ ക്ഷോഭം ഉണ്ടായി. ഇപ്പം എല്ലാ ആഴ്ചയും കൊല്ലലുള്ളതുകൊണ്ട് ഒരു ക്ഷോഭമില്ല. ബെനാലിറ്റി ഓഫ് ദ ഇവിൾ എന്ന് അന്നാരണ്ട് പറയുമല്ലോ, തിന്മയുടെ സർവ്വസാധാരണത്വം. അതിൻ്റെ നടുവിൽ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ജീവിക്കുന്നു. ഫാഷിസത്തിൻ്റെ അടിസ്ഥാന ലക്ഷണം അതാണ്, തിന്മയുടെ സാർവത്രികമായ സാധാരണതയും അതിനോടുള്ള നമ്മുടെ ഒത്തുതീർപ്പുകളും. അല്ലാതെ കൊലയില്ലാണ്ടായിട്ടല്ല. കൊലയൊക്കെ തുടരുന്നുണ്ട്, എല്ലാ വിവേചനങ്ങളും തുടരുന്നുണ്ട്. ബട്ട് നമ്മളതിൽ യൂസ്ഡ് ആയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ കമ്മ്യൂണൽ മെജോറിറ്റി എന്നത് പൊളിറ്റിക്കൽ മെജോറിറ്റി അസ്ഥിരപ്പെടുത്താൻ കഴിയും, മാറ്റിമറിക്കാൻ കഴിയും, അതിലേക്ക് പ്രവേശിക്കാനും പിൻവാങ്ങാനും കഴിയും. കമ്മ്യൂണൽ മെജോറിറ്റി അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല, അതിലേക്ക് കയറാനോ പിൻവാങ്ങാനോ കഴിയില്ല. അതുകൊണ്ട് കമ്മ്യൂണൽ മെജോറിറ്റി എന്നത് വാസ്തവത്തിൽ ഡെമോക്രസിയെ ഒരു പേരും പുറന്തുണ്ടും മാത്രമാക്കി കളയും എന്ന് അദ്ദേഹം പറയുന്നു. ആ പേരും പുറന്തുണ്ടും മാത്രമാണ് നിർഭാഗ്യവശാൽ നമുക്കിന്ന് ബാക്കിയുള്ളത്. വേറൊന്നും ബാക്കിയില്ല. അതിൻ്റെ ആന്തരിക മൂല്യങ്ങൾ, റെഫറൻസ് ടു ദ ഫെല്ലോ ബീയിങ് എന്നൊക്കെ നമ്മൾ ജനാധിപത്യത്തെ സങ്കല്പിച്ചാൽ ജനാധിപത്യം ശവമടക്ക് കഴിഞ്ഞിട്ട് കാലം എത്രയേ? ഒരടിസ്ഥാന ജീവിത മൂല്യം എന്ന നിലയിൽ ജനാധിപത്യം എവിടെ അവശേഷിക്കുന്നു? അതുകൊണ്ട് ഈ ചരിത്രത്തിൻ്റെ ഈ വലിയ പരിവർത്തന പ്രക്രിയകളുടെ ഇങ്ങേ തലയ്ക്കൽ ജനാധിപത്യം എന്ന പേരിൽ നമ്മൾ എന്തിനെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ
ഒറ്റ വാക്യത്തിൽ ഉത്തരം പറഞ്ഞാൽ അഗ്രസീവ് വയലന്റ് മെജോറിറ്റേറിയനിസം എന്നതിലേക്ക് അതെത്തി. അത്ര അക്രമോത്സുകമായ ഹിംസാത്മകമായ ഭൂരിപക്ഷവാദം മാത്രമായി, അതിൻ്റെ ഒരു ആസൂത്രണ തന്ത്രമായി ജനാധിപത്യം മാറിയിരിക്കുന്നു. പൊളിറ്റിക്കൽ ഡെമോക്രസി പോലും അവസാനിച്ചിരിക്കുന്നു. സോഷ്യൽ ഡെമോക്രസിയെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഭാഷയിലും പെട്ടാലും നിങ്ങൾക്ക് മനുഷ്യനെന്ന നിലയിൽ തുല്യാവകാശം വേണമെന്നുള്ളതാണ് സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ ലളിതമായ അർത്ഥം. അതെല്ലാം പോയി കഴിഞ്ഞ ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവൻ കേട്ടോ, ഇപ്പോൾ ലോകത്താകമാനം ഈ പ്രവണതയുണ്ട്. ഒരു ഫാസിസ്റ്റ് ടേൺ ഏതാണ്ട് 1929 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം യൂറോപ്പ് ഫാഷിസത്തിലേക്ക് തിരിഞ്ഞതുപോലെ 2008-10 കാലത്തെ സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം ലോകം, പ്രത്യേകിച്ചും മുതലാളിത്ത രാജ്യങ്ങൾ, അതിതീവ്ര വലത് വീക്ഷണത്തിലേക്ക്, നിയോ ഫാസിസ്റ്റ് പ്രവണതകളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇതൊന്നും ഒറ്റ തിരിഞ്ഞ കാര്യമല്ല. അംബേദ്കർ തന്നെ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ ബന്ധിപ്പിച്ചത് എക്കണോമിക് ഡെമോക്രസിയോടാണ്. നമ്മളിപ്പോൾ അത് ഓർക്കാറേയില്ല. വ്യവസായങ്ങളെ ദേശസാൽക്കരിക്കണമെന്ന് ആദ്യം പറഞ്ഞ ആളുകളിൽ ഒരാളാണ് അംബേദ്കർ. കൃഷിഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയമായിരുന്നു. ഇന്ന് അംബേദ്കറൈറ്റുകൾ തന്നെ അത് ഓർക്കുന്നില്ല. ഓർത്താൽ പിന്നെ കോൺഗ്രസിൽ പോകാൻ പറ്റില്ല, അതും ഒരു പ്രശ്നമാണ്. അംബേദ്കർ ആ ഒരു പൊസിഷൻ എടുത്തിരുന്നു. അദ്ദേഹം മാർക്സിസത്തോട് ക്രിട്ടിക്കലായിരുന്നു, പക്ഷേ അദ്ദേഹം സോഷ്യലിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ILP ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി 1936 വന്നപ്പോൾ ആ പാർട്ടിയുടെ പേരിൽ ലേബർ എന്നുള്ള വാക്കുള്ള. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ലേബർ പാർട്ടി എന്ന് പേരിട്ട് എന്താണെന്ന് ചോദിച്ചു. അംബേദ്കർ പറഞ്ഞത് ലേബർ എന്ന വാക്കിൽ എല്ലാ മർദ്ദനങ്ങളും ഉണ്ട്, പ്രാപഞ്ചികമായ എല്ലാ മർദ്ദനങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ലേബർ, അതുകൊണ്ടാണ് ആ പേരിട്ടതെന്ന് അന്ന് മറുപടി പറയുന്നുണ്ട്. ആ പാർട്ടിയുടെ കൊടിയുടെ നിറം ചുവപ്പായിരുന്നു. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ചുവപ്പ് ഭയങ്കര ഒരു അസ്വാസ്ഥ്യമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു നിറം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഡെമോക്രസി എന്ന് പറയുന്നതിനെ ഇങ്ങനെ ഒരു കേവല ഭൂരിപക്ഷത്തിനപ്പുറം ഒരു ധാർമ്മിക തലത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ പ്രോസസ്സ് ചിന്താചരിത്രത്തിൽ ജനാധിപത്യത്തിന് അംബേദ്കർ നൽകിയിരുന്നു എന്ന ഓർമ്മ ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആലോചനയിൽ പ്രധാനമാണ്. അവസാനമായിട്ട് ഡെമോക്രസിയെ ഒരു യുക്തിയുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് എങ്ങനെ, നമ്മുടെ റാഷണാലിറ്റിയും ഡെമോക്രസിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരാശയം കൂടി പറഞ്ഞ് ഞാൻ ഈ അവതരണം അവസാനിപ്പിക്കാം. അത് നമ്മുടെ കാലത്തെ വലിയ സാമൂഹ്യ ചിന്തകനായ ജീൻ റസ്സിനെ നിങ്ങൾക്കറിയാലോ. അമർത്യാസെന്നോടൊപ്പം ചേർന്നിട്ടൊക്കെ ഇന്ത്യയിലെ പട്ടിണിയെക്കുറിച്ചും ഭക്ഷ്യപ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ച വലിയ ഒരു എക്കണോമിസ്റ്റും സോഷ്യൽ സയൻറ്റിസ്റ്റുമാണ് ജീൻ റസ്. അദ്ദേഹം വളരെ കൗതുകകരമായ നിലയിൽ ഡെമോക്രസി എന്ന ആശയത്തെ റാഷണാലിറ്റിയുമായി ബന്ധിപ്പിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യർക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. 3 തരം വിശ്വാസങ്ങളെ അദ്ദേഹം പറയുന്നു. ഒന്ന് ബ്ലൈൻഡ് ട്രസ്റ്റാണ്, അന്ധവിശ്വാസം. അന്ധമായി നമ്മൾ എന്തിലെങ്കിലുമൊക്കെ വിശ്വസിക്കും. ബ്ലൈൻഡ് ട്രസ്റ്റിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇറാഷണാലിറ്റി എന്നാണ്. അയുക്തികതയാണ് അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന രസമുള്ളൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് കുട്ടികൾക്കെല്ലാം പേപ്പർ നൽകിയതിന് ശേഷം നിങ്ങൾ ആരും നോക്കി എഴുതരുത് എന്ന് പറഞ്ഞ് ഇൻവിജിലേറ്റർ അപ്പുറത്തെ മുറിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കുട്ടികൾ നോക്കി എഴുതും. അല്ലാതെ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കുട്ടികൾ നോക്കി എഴുതാതിരിക്കില്ല. ആ അധ്യാപകൻ്റെ വിശ്വാസം വാസ്തവത്തിൽ ബ്ലൈൻഡ് ട്രസ്റ്റാണ്, അതൊരു ഇറാഷണലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്ധവിശ്വാസം, അത്തരം അന്ധവിശ്വാസങ്ങൾ ധാരാളമുണ്ട്. ധാരാളം അന്ധവിശ്വാസങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിശ്വാസ രൂപമായിട്ട് അദ്ദേഹം പറയുന്നത് ഇൻഡിവിജ്വൽ ട്രസ്റ്റ് എന്നുള്ളതാണ്, വ്യക്തിപരമായ വിശ്വാസം. വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ ആധാരമായ യുക്തിയെ അദ്ദേഹം ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി എന്ന് വിളിക്കുന്നു, ഉപകരണപരമായ സയുക്തികത. അതിൻ്റെ ഒരു തെളിവായിട്ട് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഇടത്തുവശത്തൂടെ ഓടിക്കുന്നു, വലത്തുവശത്ത് ഞാൻ പൊതുവെ പ്രവേശിക്കില്ല. അങ്ങനെ പ്രവേശിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എതിരെ വരുന്ന ആളും ഇടത്തുവശത്തുകൂടി ഓടിക്കും എന്ന വിശ്വാസമാണ്. അപ്പം ഞാൻ ഇടതുവശത്തുകൂടി ഓടിക്കുകയും എതിരെ വരുന്ന ആളും ഇടതുവശത്തുകൂടി ഓടിക്കുകയും ചെയ്യുമ്പോൾ ഈ വണ്ടികൾ കൂട്ടിയിടിക്കില്ല. അതുകൊണ്ട് അതിലൊരു ഉപകരണ യുക്തിയുണ്ട്. കാരണം എനിക്കും ഗുണകരമാണ്,
നിങ്ങൾക്കും ഗുണകരമാണ്. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ഗുണകരമാകുന്ന ഒരു കാര്യം, പൊതു തത്വം നമ്മൾ രണ്ടുപേരും ഏറ്റെടുത്ത് നിറവാറ്റുന്നു എന്നതാണ് ഈ ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി. അതിൻ്റെ വിശ്വാസതലത്തെ അദ്ദേഹം വിളിക്കുന്നത് ഇൻഡിവിജ്വൽ ട്രസ്റ്റ്, വ്യക്തിപരമായ ഒരു വിശ്വാസം എന്നാണ്. മൂന്നാമത് അദ്ദേഹം ഒരു യുക്തി വിശ്വാസതലത്തെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്തിക്കൽ ട്രസ്റ്റ്, നൈതികമായ വിശ്വാസം. നൈതികമായ വിശ്വാസത്തിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് 5 മണിക്ക് ഒരു സ്ഥലത്ത് ചെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 മണിക്ക് അവിടെ ചെല്ലുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ച് മറ്റൊരാൾ അവിടെ ഉണ്ടാവും. അയാളോടുള്ള കരുതലാണ് എത്തിക്കൽ ട്രസ്റ്റ്. കേരളത്തിൽ 5 മണിക്കൊരു യോഗത്തിന് തീരുമാനിച്ചാൽ ഒറ്റ ആളും വരില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു ഗുണം. ഞാൻ കുറേയൊക്കെ ഈ പറഞ്ഞ സമയത്ത് എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഏത് സ്ഥലത്ത് നമ്മൾ കൃത്യസമയത്ത് ചെന്നാലും സംഘാടകരുടെ ആദ്യത്തെ ചോദ്യം, മാഷ് നേരത്തെ വന്നുവല്ലേ? നമ്മൾ കുറ്റവാളിയോ? എത്രയോ ആളുകളോട് ഞാൻ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞാനതൊരു ഇതായിട്ട് പറയല്ല കേട്ടോ. അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ് അതാണ്. 5 മണിക്ക് നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 മണിക്ക് ചെന്നില്ല എന്നതുകൊണ്ട് ഒരു അപകടവും സംഭവിക്കും എന്നുള്ളതുകൊണ്ടല്ല. നിങ്ങളെ പോലീസ് പിടിക്കില്ല, നിങ്ങളെ ആരും കുറ്റവാളിയാക്കില്ല. പക്ഷേ മറ്റൊരാൾ അവിടെ ഉണ്ട്, മറ്റൊരാൾ അവിടെ ഉണ്ടാകാം എന്ന കരുതൽ നിങ്ങളിൽ സജീവമായിരിക്കുമ്പോഴാണ് നിങ്ങൾ ആ സമയത്ത് അവിടെ എത്തുക. അതൊരു എത്തിക്കൽ ട്രസ്റ്റാണ്. ഈ എത്തിക്കൽ ട്രസ്റ്റിൻ്റെ പുറകിലുള്ള റാഷണാലിറ്റി അദ്ദേഹം വിളിക്കുന്നത് സോഷ്യൽ റാഷണാലിറ്റി, സാമൂഹികമായ യുക്തിപരതയാണ്. ആ യുക്തിയിൽ അയുക്തികതയല്ല, വ്യക്തിപരമായ ജീവിത വിജയം എന്ന സങ്കല്പമല്ല, മറിച്ച് അതറാണുള്ളത്. സോഷ്യൽ റാഷണാലിറ്റിയുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റാഷണാലിറ്റി എപ്പോഴും അതറിനെ കേന്ദ്രമാക്കും, ഇൻഡിവിജ്വൽ റാഷണാലിറ്റി എപ്പോഴും സെൽഫിനെ കേന്ദ്രമാക്കും. സെൽഫിനെ കേന്ദ്രമാക്കുന്ന യുക്തിയിൽ നിന്ന് അതറിനെ കേന്ദ്രമാക്കുന്ന യുക്തിയിലേക്കുള്ള ട്രാൻസിഷനാണ് വാസ്തവത്തിൽ ഡെമോക്രസി, റെവറൻസ് ടു ദ ഫെല്ലോ ബീയിങ്. അതുകൊണ്ട് ജനാധിപത്യം എന്നുള്ളത് ഒരേ സമയം ഒരു നൈതിക പ്രമാണമാണ്, അതേസമയം തന്നെ അതൊരു യുക്തിതയുടെ പ്രകാശനവുമാണ്. ആ യുക്തി ഇറാഷണൽ അല്ല, ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി അല്ല, മറിച്ച് സോഷ്യൽ റാഷണാലിറ്റിയാണ്. ആ സോഷ്യൽ റാഷണാലിറ്റി ഇൻഹറൻ്റ്ലി എത്തിക്കലാണ്. ഇപ്പം യുക്തിബോധത്തിന് എത്തിക്കലാകാൻ പറ്റും, എല്ലാ യുക്തിബോധവും എത്തിക്കലാവണമെന്നില്ല. യുക്തിബോധം ചരിത്രത്തിൽ എത്തിക്കലല്ല പലപ്പോഴും. അതുകൊണ്ടാണ് ലോകത്തെ പല യുക്തിവാദികളും ഫാസിസ്റ്റുകളായിപ്പോയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട യുക്തിവാദികൾ ഫാഷിസത്തിൻ്റെ കൊള്ളൂത്തുകാരായതും അങ്ങനെയാണ്. ഇപ്പം നമുക്കതറിയാം. ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറയണത്. വലിയ മഹാമനുഷ്യരുണ്ടായിരുന്നതാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പോലെ, വി.ടി. ഭട്ടതിരിപ്പാടിനെ പോലെ, MC ജോസഫിനെ പോലെ ഒക്കെ ഒരു വലിയ കാലം ഉണ്ടായിരുന്നു. ഇപ്പം അത് പാലസ്തീനിൽ ബോംബിടുന്നതിന് ന്യായം കണ്ടെത്തുന്ന പണിയാണ്. യുക്തി എന്ന വാക്കിന് സംഭവിക്കാവുന്ന പരമാവധി വിപര്യം ആ വാക്കിന് സംഭവിച്ച കാലത്താണ് നമ്മൾ ജീവിക്കണത്. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തൊരു കാര്യം ഇല്ലാത്തതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത്ര ഊർജം ചെലവാക്കുന്നതിനേക്കാൾ യുക്തികമായി വല്ലതുണ്ടോ എന്ന് EMS ചോദിച്ചിട്ടുണ്ട്. ദൈവമില്ലാന്ന് എന്ന് EMS പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ റാഷണാലിറ്റിയിലാണ് ഡെമോക്രാറ്റിക് സ്പിരിറ്റ് നിലനിൽക്കുക. സോഷ്യൽ റാഷണാലിറ്റി അതിൽ തന്നെ എത്തിക്കലുമാണ്. അപ്പം അങ്ങനെ സാമൂഹികമായ ഒരു യുക്തിപരതയിലും അതിൻ്റെ നൈതികാടിസ്ഥാനത്തിലും നിലനിൽക്കാൻ കഴിയുക എന്നതിലാണ് വാസ്തവത്തിൽ ജനാധിപത്യം അതിൻ്റെ ഉന്നതമായ മൂല്യത്തിലേക്ക് എത്തിച്ചേരുക എന്നാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഞാനിതൊക്കെ പറയുന്നൊരു കാലം ഈ മൂല്യങ്ങളൊക്കെ അതിൻ്റെ വിപരീത ക്രമത്തിലേക്ക് ചെന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അങ്ങനെ ഒരു കാലത്ത് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഇതല്ല എന്ന് പറയണം. ഇന്ത്യൻ പാരമ്പര്യത്തിൽ പഴയൊരു പ്രമാണവാക്യമുണ്ട്, നേതി നേതി എന്ന് പറയും. ഇതല്ല എന്ന് പറയണം. ഈ ഇതല്ല എന്ന് പറയൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാവരും ഇതാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് ഇതല്ല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. അതുകൊണ്ട് നമ്മളൊരു ജനാധിപത്യത്തിൻ്റെ നിശ്ചയമായും അതിൻ്റെ ഗ്രഹണകാലത്ത് ഇരുളാണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, ആധുനിക രാഷ്ട്രവ്യവഹാരം ഇരുളാണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ 2500 കൊല്ലങ്ങൾക്കപ്പുറത്ത് രൂപപ്പെട്ട ഒരു ആശയാവലി കാലത്തിലൂടെ
ധാരാളം പരിവർത്തനങ്ങൾക്ക് വിധേയമായി നമ്മെ തേടി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അതിനെ അടുത്ത തലമുറയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കൈമാറാൻ നമുക്ക് കഴിയുമോ എന്നത് വാസ്തവത്തിൽ നമ്മളൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. വാസ്തവത്തിൽ ഇന്നാളൊരു സംഭാഷണത്തിൽ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ചോദിച്ചു, നിരാശ വല്ലതും ഉണ്ടോ ജീവിതത്തിൽ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നിയ ഞാൻ അവരോട് പറഞ്ഞൊരു ഉത്തരം, വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ആ നിലയിൽ നിരാശയില്ല. പക്ഷേ 1980 വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഈ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് വച്ചു പുലർത്തിയ സ്വപ്നങ്ങളെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ വലിയ നിരാശയുണ്ട്. ഏതു തരം ലോകമാണ് എൻ്റെ മക്കൾക്കും അവരുടെ തലമുറയ്ക്കും ഞങ്ങളൊക്കെ കൈമാറുന്നത് എന്നാലോചിച്ചാൽ എനിക്ക് വലിയ നിരാശയുണ്ട്. ആ നിരാശ നല്ലതാണെന്ന് കൂടിയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെ ആയിക്കൂടാ എന്ന് നമ്മളോട് പറയാൻ, അങ്ങനെ നമ്മളെ പ്രകോപിപ്പിക്കാൻ ആ നിരാശയ്ക്ക് കഴിയും. ലജ്ജ ഒരു രാഷ്ട്രീയ മൂല്യമാണ് എന്ന് പണ്ട് മാർക്സ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ലജ്ജ ഒരു രാഷ്ട്രീയ മൂല്യമാണ്. അതുപോലെ ജനാധിപത്യം ഉണ്ടാക്കിയ, ഞാനതിൽ ഗാന്ധിയെ വലിയൊരു മാതൃകയായിട്ട് കാണുന്ന ആളാണ്. കാരണം വിഭജനം ഉണ്ടായാൽ ഈ രാജ്യം തവിടുപൊടിയായി പോകും എന്ന് വിഭജനം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് പറഞ്ഞ ഒരാളാണ് ഗാന്ധി. വിഭജനം വന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരും എല്ലാവരും കരുതിയത് അതിർത്തി ഗ്രാമങ്ങളിൽ പരമാവധി 5-10 ലക്ഷം ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആവും, അതിൻ്റെ ചെറിയ ചില അസ്വാസ്ഥ്യങ്ങളുണ്ടാവും, അത് കഴിഞ്ഞാൽ നോർമലാവുന്നതാണ്. 2 കോടി ആളുകൾ അഭയാർത്ഥികളായി കേട്ടോ. 2 കോടി ആളുകൾ, ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമായിരുന്നു. 2 കോടി ആളുകൾ, 10 ലക്ഷം പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക കണക്ക്. ഔദ്യോഗികമായി കണക്കൊന്നുമില്ല. ഈ കൊല നടക്കുന്ന സമയത്ത് ഞാനിത് മുമ്പേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഗാന്ധിക്ക് മാറി നിൽക്കായിരുന്നു. പക്ഷേ ഈ കൊലയുടെ നടുവിൽ ഗാന്ധി പോയി നിന്നു. ഞാനിത് പറഞ്ഞതാണല്ലോ, നിങ്ങൾ കേട്ടില്ലല്ലോ, നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം എന്ന് പറയാം, ന്യായമായും പറയാം. പക്ഷേ ഗാന്ധി അതൊന്നും ആ സമയത്ത് പറയാൻ മുതിർന്നില്ല. ആ കൊലയുടെ നടുവിൽ ഗാന്ധി നിൽക്കുകയും, ഇർഫാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഗാന്ധി നമ്മെ പഠിപ്പിക്കുന്ന പാഠം? നിർണായകമായ നിമിഷങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഗാന്ധി എപ്പോഴും കോംപ്രമൈസ് ചെയ്ത ആളാണ്, നെഗോഷിയേറ്റ് ചെയ്ത ആളാണ്. പക്ഷേ ക്രിട്ടിക്കൽ മൊമെൻ്റ് എന്ന് പറയാവുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായക മുഹൂർത്തത്തിൽ ദ റെഫറൻസ് ടു ദ ഫെല്ലോ ബീയിങ്, കൺസേൺ ഫോർ ദ അതർ എന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഗാന്ധി ചെയ്തില്ല എന്നതാണ് ഗാന്ധിയെ വലുതാക്കിയത്. ഗാന്ധിയുടെ ജീവിതം കൊണ്ട് ഗാന്ധി വലുതായതിനേക്കാൾ കൂടുതൽ ഗാന്ധി മരണം കൊണ്ട് വലുതായത് ഈ ഒരു മൂല്യത്തിൽ നിന്നതുകൊണ്ടാണ്. ഞാൻ പറയാം, ഡെമോക്രസിയുടെ സ്പിരിറ്റ് അതാണ്. പാകിസ്ഥാന് പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം കിടക്കാൻ കഴിയുക, അല്ലെങ്കിൽ മെഹ്റോളിയിലെ ദർഗയിൽ ഉറൂസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം കിടക്കുക, മരണത്തിൻ്റെ തലേന്ന് അവസാനമായി ആ ഉറൂസ് കാണാൻ പോവുക, അവിടെയുള്ള മനുഷ്യരോട് സംസാരിക്കുക, വെടിയേറ്റ് മരിക്കുക. ഇതിൽ ഡെമോക്രസിയുടെ ഒരു വലിയ സ്പിരിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈ അപരം എന്നതിനെക്കുറിച്ച്, ദ സോഷ്യൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ റാഷണാലിറ്റി, സാമൂഹികമായ യുക്തിബോധം നിങ്ങളൊരു എത്തിക്കൽ ബീയിങ് ആക്കി തീർക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജനാധിപത്യം അത് പേരും പുറന്തൊണ്ടും മാത്രമായി തീർന്ന 2014 അദാനിയുടെ സ്വത്ത് 57,000 കോടി രൂപയാണ് ആസ്തി. 57,000. ഇന്ന് 9.5 ലക്ഷം കോടി രൂപയാണ്. 11 കൊല്ലം. 90,000 കോടി രൂപയാണ് 2014 അംബാനിയുടെ ആസ്തി. ഇന്ന് 9,75,000 കോടി രൂപയാണ് അംബാനിയുടെ ആസ്തി. ഈ 2 പേർക്കും കൂടിയുള്ള ആസ്തി ഏതാണ്ട് 20 ലക്ഷം കോടി രൂപ വരും. അതിൽ 17 ലക്ഷം കോടി രൂപ കഴിഞ്ഞ 10 കൊല്ലത്തെ നിക്ഷേപമാണ്. ഇതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ GDP വളർന്ന് 3-ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നാണ് ഭരണകൂടം പറയുന്നത്. അമേരിക്കയും ചൈനയും ജപ്പാനും ജർമ്മനിയും കഴിഞ്ഞാൽ 5-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പം ജപ്പാനെ പിന്തള്ളി നമ്മൾ 4-ാം സ്ഥാനത്തെത്തി. 2030 ജർമ്മനിയെയും പുറന്തള്ളി 3-ാം സ്ഥാനത്തെത്തും എന്നാണ് നമ്മുടെ തമ്പേറുകൾ. അങ്ങനെ 3-ാം സ്ഥാനത്ത് ആഗോള GDP നിലവാരത്തിൽ നമ്മൾ 3-ാം സ്ഥാനത്ത് എത്തുന്ന അതേ സമയത്ത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 112ആണ്. ആകെ 190 രാജ്യങ്ങൾ, ഏതാണ്ട് 150 രാജ്യങ്ങളെ വെച്ചാണ് പട്ടിണി സൂചിക തയ്യാറാക്കുക. അതിൽ 112ആണ് നമ്മുടെ സ്ഥാനം. സാമ്പത്തിക സൂചികയിൽ 3-ാം സ്ഥാനത്തും
പട്ടിണി സൂചികയിൽ 112 സ്ഥാനത്തുമാകുന്ന ജനാധിപത്യത്തെയാണ്, ആ പ്രഹസനത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പശുവിൻ്റെ മാംസമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അന്യമതസ്ഥനെ തല്ലിക്കൊല്ലാൻ എല്ലാ അധികാരങ്ങളും ഉണ്ടെന്ന് കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ജനാധിപത്യം എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഗാന്ധിയുടെ പ്രതിമ ജനുവരി 30-ന് കോലം ഉണ്ടാക്കിയിട്ട് അതിൽ നിറയൊഴിച്ചിട്ട് ചോര പടർന്നൊഴുകുന്ന സമയത്ത് ഗോഡ്സേക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ദൈനംദിന അനുഭവമാണ്. അതുകൊണ്ട് ജനാധിപത്യം അതിൻ്റെ വിപരീത യുക്തിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലത്തിൻ്റെ നടുവിലാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യം എന്നത് ഒരു പ്രഭാഷണ വിഷയമല്ല, ജനാധിപത്യം നമ്മുടെ ഒരു എത്തിക്കൽ കമ്മിറ്റ്മെൻ്റാണ്. റെവറൻസ് ടു ദ ഫെല്ലോ ബീയിങ് എന്നത് അതിൻ്റെ ഹൃദയമാണ്.